Ella cricket, every live cricket, every second of live cricket which was produced in India was produced by TWI. For Adyam, they started off producing it and it was aired on Doordarshan. പക്ഷേ കുറച്ച് നാൾക്ക് ശേഷം ആദ്യം ദൂരദർശൻ 2 വർഷത്തിന് ശേഷം they started airing their cricket matches live on Star Sports. അന്ന് പ്രൈം സ്പോർട്സ് അങ്ങനെ എന്തോ ആയിരുന്നു സ്റ്റാർ സ്പോർട്സിന്റെ പേര്. അതിനുശേഷം അത് സ്റ്റാർ സ്പോർട്സ് ആയി. So but my company, which is the company which I was working for, which is TWI, ആയിരുന്നു the main producer of that. അപ്പം ഞങ്ങളുടെ bosses എല്ലാം were people who came from England. There were about 3 or 4 English producers and directors, production managers. They were all English people. And avരുടെ താഴെ ഞങ്ങളൊരു the local guys, we were about 7 or 8 or maybe about 10 producers who were learning things through them, how to combine your broadcast skills into sports journalism or sports broadcasting. അന്ന് ഇന്ത്യയിൽ വളരെ ചുരുക്കം ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയാവുള്ളൂ. I mean, to such an extent, ഈ TWI എന്നുള്ള കമ്പനിയാണ് ഓരോ ക്രിക്കറ്റ് ഗ്രൗണ്ടിലും even today, where they used to build these scaffoldings. Scaffolding എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വലിയ ഒരുപാട് പൊക്കത്തിലുള്ള ഈ ഏരിയൽ ഷോട്ട്സിനുള്ള ഗ്രൗണ്ടിന്റെ ഏരിയൽ ഷോട്ട്സിനുള്ള സ്കാഫോൾഡിംഗ് ആണ്. അതെല്ലാം TWIയുടെ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും TWIയുടെ എഞ്ചിനീയേഴ്സ് who came from UK, അവരെല്ലാവരും കൂടി ചേർന്നാണ് ഇതെല്ലാം they first erected these scaffoldings across so many stadiums in India. അന്ന് ഇന്ത്യയിൽ വേറെ ആർക്കും ഇത് ചെയ്യാൻ അറിയില്ല. But TWI people had the experience because they were doing it for BBC or many other channels across in UK. അങ്ങനെ അവർക്ക് ആ സ്കിൽ വിച്ച് വാസ് ഞങ്ങൾ അത് ഒരുപാട് കണ്ടു. അങ്ങനെ we were all quite lucky and fortunate അവരുടെ കൂടെ നിന്ന് ഇത് കണ്ടു പഠിക്കാൻ പറ്റിയത്. എനിക്ക് എൻ്റെ സ്പെഷ്യലൈസേഷൻ എനിക്ക് തന്ന ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ് ടു ഡു ന്യൂസ്, സ്പോർട്സ് ന്യൂസ്. അപ്പം TWIയിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ we would create or produce a 15-minute sports bulletin on a daily basis for Doordarshan. അപ്പം രാവിലെ 15 മിനിറ്റും വൈകിട്ട് 15 മിനിറ്റും. So we used to work in shifts. We almost ran a 24-hour system in Delhi, ഞങ്ങളുടെ ഡൽഹി ഓഫീസിൽ. ആ സമയത്ത് it lasted for about 2 years. ഭയങ്കര ഫ്രീഡം ആയിരുന്നു എനിക്കൊക്കെ. I could choose a sport. We would fly. ക്യാമറമാനും ഞാനൊരു പ്രൊഡ്യൂസറായിട്ടൊന്ന് വർക്ക് ചെയ്യുന്ന സമയം ഞാൻ ക്യാമറമാൻ, പിന്നെ സൗണ്ട് ഗായ് വിൽ ജോയിൻ. അന്നൊക്കെ we had the luxury to have a crew of 3 people. Pick a city. I would fly from സ്ഥിരമായിട്ട് ഫ്ലൈ ചെയ്യുന്ന ജെറ്റ് എയർവേസിലായിരുന്നു. രാവിലെ ഞങ്ങൾ പോകും, ഡൽഹിയിൽ നിന്ന് ഉച്ചയ്ക്ക് ബോംബെയിലെത്തി 2-3 ഇന്റർവ്യൂ ചെയ്തിട്ട് ബോംബെയിൽ ഞങ്ങൾ ഫിലിമിന് ഞങ്ങളുടെ സ്റ്റോറിക്ക് വേണ്ടിയുള്ള if it was a Ranji Trophy match or എന്തെങ്കിലും ഒരു ഫുട്ബോൾ ഗെയിമോ ഹോക്കി ഗെയിമോ അതിന്റെ ഒരു പ്രീവ്യൂ സ്റ്റോറി ആയിരിക്കും. അതൊക്കെ ചെയ്തിട്ട് വൈകിട്ട് തിരിച്ച് ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റിൽ കയറി തിരിച്ചെത്തുന്നു. It was a hectic lifestyle, but we were all young. It was great. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 98 or 99 ട്രിവാൻഡ്രത്ത് ഒരിക്കൽ വരുന്നു ഒരു മാരത്തോൺ, ട്രിവാൻഡ്രം മാരത്തോൺ. ആ സമയത്ത് അന്ന് it was അന്ന് ആ സമയത്ത് എനിക്ക് സ്ഥിരമായിട്ട് എല്ലാ വർഷവും ഉണ്ടായിരുന്നു. അത് കവർ ചെയ്യാൻ വന്നിരുന്നു. പഴയ കുറേ നമ്മുടെ മലയാളി ഫുട്ബോൾ സ്റ്റാർസിനെ കുറിച്ച് അന്നൊക്കെ വിജയൻ വളരെ ആക്റ്റീവായിട്ട് കളിക്കുന്ന സമയം. അപ്പം ഇടയ്ക്ക് വിജയനെ ഇന്റർവ്യൂ ചെയ്യാനും അങ്ങനെയൊക്കെ സ്ഥിരമായിട്ട് വരാൻ ഒക്കുമായിരുന്നു ആ ഒരു ജോലി വെച്ച്. കാരണം ഞങ്ങൾക്ക് we always needed content every day. 15 minutes നമ്മൾ വീഡിയോയിൽ ഫില്ല് ചെയ്യുന്നു കഴിഞ്ഞാൽ it takes a lot of time. നമ്മൾ 15 മിനിറ്റ് നമുക്ക് സംസാരിക്കാൻ എളുപ്പമായിരിക്കും, പക്ഷെ 15 മിനിറ്റ് വീഡിയോ നമ്മൾ ഉണ്ടാക്കുക പറഞ്ഞാൽ it takes a lot of time. It takes it's a lot of content which you have to fill up 15 minutes. അപ്പം we always were short of content and we needed content. അതുകൊണ്ട് പലതരം സ്റ്റോറികൾ നമ്മൾ പോയി ആ സമയത്ത് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് I got exposure to doing നമുക്ക് വിചാരിക്കാൻ പോലും പറ്റാത്ത ലഡാക്ക് ലേയിലൊക്കെ പോയി എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒരു ഹിമാലയൻ റാലി കവർ ചെയ്ത് ഡൽഹിയിൽ നിന്ന് ഫ്ലൈ ചെയ്ത് 2 ദിവസം ലേയിൽ നമ്മൾ, ബിക്കോസ് ഇറ്റ്സ് സോ ഹൈ, 12,000 feet,
above sea level. നമ്മൾ അവിടെ പോയി ലാൻഡ് ചെയ്ത് പിന്നെ 2 ദിവസം we don't move from the bed ഹോട്ടലിൽ. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ബോഡി നീഡ്സ് ടൈം ടു അഡ്ജസ്റ്റ് ടു ദാറ്റ് ഹൈറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വർക്ക് തുടങ്ങുള്ളൂ. So I remember covering ഒരു just a Himalayan rally ആ ഹൈറ്റിൽ. It was amazing experience. അങ്ങനെ the work has taken me through to different parts of India as well. അങ്ങനെ ഇരുന്നാണ് എനിക്ക് SNTV എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നത്. അങ്ങനെ I came to, അന്ന് I was a single guy, so I thought, why not? Singapore എങ്കിൽ Singapore. അങ്ങനെ came in and came here to start working here. ഇവിടെ ജോലി ചെയ്ത് കുറേ ഒരു 3-4 വർഷം, 2-3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും I started going out and covering big events, big sporting events around the world. അതായത് ഒളിമ്പിക്സ്. അങ്ങനെ ആദ്യം 2004 ആഥൻസ് ഒളിമ്പിക്സിന് ഗ്രീസിൽ പോയി. അന്ന് it was അങ്ങനെ തുടങ്ങി. അങ്ങനെ 2003 ആക്ച്വലി അതിന് ഒരു വർഷം മുമ്പ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഇൻ സൗത്ത് ആഫ്രിക്ക, പിന്നെ ഗ്രീസിൽ ആഥൻസ് ഒളിമ്പിക്സ്, പിന്നെ അങ്ങനെ ഓരോന്നായിട്ട് 2006 വേൾഡ് കപ്പ് ഇൻ ജർമ്മനി, 2008 ബെയ്ജിംഗ് ഒളിമ്പിക് ഗെയിംസ്, അങ്ങനെ പല, പിന്നെ ഓരോ വർഷം ആക്ച്വലി എവറി ഇയർ ദർസ് എ ബിഗ് ഹ്യൂജ് സ്പോർട്ടിംഗ് ഇവന്റ്സ്. അങ്ങനെ അവർക്ക് എൻ്റെ ജോലിയിൽ കോൺഫിഡൻസ് കൂടി തുടങ്ങിയപ്പോൾ എന്നെ ഇങ്ങനെ പല ഗ്ലോബൽ ഇവന്റ്സിനും എന്നെ വിട്ടു തുടങ്ങി. അങ്ങനെ സോ ഐ വാസ് വെരി വെരി ഫോർച്ചുനേറ്റ് ടു travel around and then cover all these big events. So രോമാഞ്ചം കൊണ്ട് നടക്കുന്ന അങ്ങനത്തെ ഇവന്റ്സ് ആണ്. അതായത് എപ്പോഴും ഓർമ്മ 2006 വേൾഡ് കപ്പ് ഫൈനൽ, ഫുട്ബോൾ വേൾഡ് കപ്പ് ഫൈനലിൽ ഫ്രാൻസ് ഇറ്റലി, ജർമ്മനി ബെർലിൻ സ്റ്റേഡിയത്തിൽ. ആ ബെർലിൻ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലർ ഉണ്ടാക്കിയ സ്റ്റേഡിയമാണ്. അതിൻ്റെ the historical backgroundും ഇമ്പോർട്ടൻസും ഒക്കെ വെച്ച് it was just a hair-raising ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. So I mean, I was quite fortunate that way to go through all that. അതുപോലെ it's also a learning experience every day. നമ്മൾ ഇതേപോലെ യാത്ര ചെയ്യാൻ നേരത്ത് പല സ്ഥലങ്ങളിലും പല ആൾക്കാരുമായിട്ട് it's an experience because you learn every day. You have to have an open mind to learn, to interact with people. അങ്ങനെ it's a skill which you develop on the go as well, as a journalist, in terms of നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതും പല രാജ്യങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ഇപ്പോൾ ജർമ്മനി where English is not the language, or നമ്മളിപ്പം say you are in France or in Switzerland or any other country where English is not the language. So then you find your ways, you look for tools how to manage your daily, നമ്മൾ എങ്ങനെ ആൾക്കാരുമായിട്ട് how do you get through? So you try to pick up some words in their local language, അവരുടെ അടുത്ത് സംസാരിച്ച് അതിൻ്റെ അർത്ഥം അങ്ങനെ ചെറിയ ചെറിയ like friendly conversations which നമ്മൾ you try and get entry into places where you can finally you feel comfortable. അങ്ങനെയാണ് നമ്മൾ പല ഡോർസ് നോക്ക് ചെയ്ത് നമുക്ക് you get to talk to people. വളരെ പേഷ്യൻ്റ് ആയിട്ട് നമ്മൾ അവരുമായിട്ട് അവർക്ക് പറയാനുള്ളത് കേൾക്കുക. പലരും പല സ്ഥലങ്ങളിലും you realize that English is not the lingua franca. അതുകൊണ്ട് പലർക്കും അതിൻ്റെ ആയിട്ടുള്ള ചെറിയ എംബാരസ്മെന്റ് കാണും. പക്ഷെ നമുക്ക് ആകെ അറിയാവുന്ന ഒരു ലാംഗ്വേജ് അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേഷൻ ചെയ്യും? It's very interesting. You have to have an open mind, keep an open mind and be willing to learn. അതൊരു ഭയങ്കര ഒരു quality, and if you have, then you can you can get across to people in a very effective way. ആ ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ that's the way I have learned. പിന്നെ if you come straight into sports journalism, I don't know how many people, or I'm assuming all of you have played sport when you were young, or you still play sport. ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ Saturdays actually, if I am not working 5 to 7, most of the Saturdays I play some sport. Usually tennis ആണ് ഇവിടെ, അല്ലെങ്കിൽ പിള്ളേരുടെ കൂടെ ഫുട്ബോൾ കളിക്കും, അല്ലെങ്കിൽ ബാസ്കറ്റ്ബോൾ, അല്ലെങ്കിൽ so 3 or 4 times a week evening
So it keeps you active. It keeps you that, you know, how to basically mind, it keeps your mind fresh as well. So I don't know, I hope all of you are keen about sport. uh, Once you play, then you get a uh, get an indication that, you know, you can relate to sportsmen, professional sportsmen. um, obviously you know, the the standards are, the bar is set very high for them. But if when you play any sport, it gives you a basic understanding of so many other sports as well. Even if you play only one sport, it gives you an understanding of, say, timing, of, of, of coordination, of hand-eye coordination, which is the most basic element in sport. So our reaction on certain instances on the field, so you can relate to it, which helps you a lot. Um, so I play a lot of sport. ഞാൻ കൊച്ചിലെ പലതരം സ്പോർട്ട് കളിച്ച് വളർന്നുകൊണ്ട്, I mean, it's quite handy for me to relate to a lot of people. Um, and I hope you guys also do it. You guys also play a lot of sport, which I'm sure helps you guys a lot. Um, so some of the other things which help you is to read good good writers, good sports writers, and follow them like on a daily basis. I remember as a kid, I used to read Hindu newspaper every day, every day. അന്നത്തെ കാലങ്ങളിൽ ഹിന്ദു ന്യൂസ് പേപ്പറാണ് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സ്പോർട്സ് കവറേജ് offered. So you had writers like cricket writers like R. Mohan. ഇന്ന് അങ്ങനെയുള്ള റൈറ്റേഴ്സ് ഇല്ല, പക്ഷെ amazing. He used to write half a page on a daily, half a page or one whole page on daily. You know, he used to dispatch from wherever he was daily reports on that on one day of cricket. ഇന്നൊന്നും അത്രയും അങ്ങനെ സാധാരണ പേജുകളിൽ ന്യൂസ് പേപ്പറിൽ ഓഫർ ചെയ്യില്ല. പക്ഷെ what he gave us was basically replicated the atmosphere of the on-field atmosphere through his words. So it was great to read people like him. So I would suggest that all of you should pick 2-3 writers and then just follow them every day. And then വേറൊരിടത്തും എഴുതാൻ അവസരം ഇല്ലെങ്കിലും just try and do blogging. ഇന്നത്തെ കാലത്ത് everybody can start blogs. You know, it doesn't take much to start a blog. Just write. Look for some good editors who are on social media. എന്നിട്ട് അവർക്ക് you can pitch ideas all the time. You might get it the first few times, but just keep pushing it. Keep pushing ideas to social editors of various publications, or ഏത് ലാംഗ്വേജിലായാലും. നിങ്ങൾക്ക് ഇഫ് കംഫർട്ടബിൾ ഇൻ മലയാളം ലാംഗ്വേജിൽ എഴുതാനാണെങ്കിൽ, I mean, you know, നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ മലയാളം ലാംഗ്വേജ് ബേസ്ഡ് പബ്ലിക്കേഷൻസ് ഉണ്ട്. Look for the editors and keep pushing them. Social media ആണ് ഏറ്റവും എളുപ്പം, because you don't have to പണ്ടത്തെ പോലെ you don't have to seek an appointment, go to office, you know, അതുപോലെ you don't have to waste time on those things. ഇന്നാണെങ്കിൽ you can just through a tweet or a you know, Facebook post or whatever it is. So you can send ideas to them. They might reject you the first few times, but if you keep pushing them, then they will eventually say, you might give in, you know, and they are okay, why don't you give me a little brief write-up on this? And then there you go. Then you'll get a platform to start, and then that could be, you know, that could take some shape for you as well in future. Who knows? So I mean, എൻ്റെ batchmates ഒക്കെ, I mean, എൻ്റെ ലെവലിലുള്ള, you know, when we were like in our 20s, ഇങ്ങനൊരു കോൺസെപ്റ്റേ ഇല്ല നമുക്കൊക്കെ അന്ന്. You have to actually literally go down each of them. ഡൽഹിയിൽ ഒരു സ്ട്രീറ്റ് was called the Fleet Street. നമ്മളെല്ലാം ഇങ്ങനെ, we used to say, ബഹദൂർ ഷാ ജഫർ മാർഗ് എന്നൊരു സ്ഥലമുണ്ട്, ITO ബ്രിഡ്ജിന് അടുത്തുള്ളതായിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് എല്ലാ ന്യൂസ് പേപ്പറിൻ്റെയും ഓഫീസസ്. ഇന്ത്യൻ എക്സ്പ്രസ്, ടൈംസ് ഓഫ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ ടൈംസ്, എല്ലാം. we used to call it the Fleet Street. പല Patriot, I mean, I forget the names now.
and the first thing as anybody who was youngster wanted to do was, wanted to get into journalism, was go in, take a bunch of your CVs, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ഉണ്ടോ അതിൻ്റെ എല്ലാം കോപ്പീസ് എടുത്ത് വെച്ചിട്ട് ഓരോ ഓഫീസായിട്ട് പോയി യു ഗോ knock on door and then talk to people. യുനോ പല സ്ഥലങ്ങളിലും നമുക്ക് ഡോറിന്റെ അവിടെ എത്തുന്ന അവരെ എൻട്രി പോലും തരില്ല. പക്ഷെ യുനോ യു കീപ് കമ്മിങ് ബാക്ക്, യു കീപ് ഗോയിങ് ബാക്ക് ആൻഡ് യു കീപ് ആസ്കിങ് ഫോർ an appointment. Somebody would eventually give you. അങ്ങനെയാണ് എനിക്കൊരു ഒരു 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 പത്രത്തിന്റെ ഒരു ചെറിയൊരു പത്രത്തിന്റെ ഒരു എഡിറ്ററിനെ ഒരു 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 കാപ്പിക്കടയിൽ വെച്ച്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എനിക്ക് തോന്നുന്നു കർണാടക റെസ്റ്റോറൻറ്റ്, ഒരു സൗത്ത് ഇന്ത്യൻ ഒരു റെസ്റ്റോറൻറ്റ്, അവിടെ വെച്ച് ഞാൻ പുള്ളിയെ പോയി കണ്ട് സംസാരിച്ച് പുള്ളി പറഞ്ഞു, ഓക്കെ, why don't you come in next day, we'll have a chat. I mean, എനിക്ക് ആ മുഖപരിചയം ഉണ്ടായിരുന്നു ആ ഓഫീസിൽ പോയ പുള്ളിയെ കണ്ട് നേരത്തെ. അങ്ങനെയാണ് എനിക്ക്, I was lucky when I saw him at the restaurant. I thought it was an opportunistic moment for me. So അങ്ങനെ പോയി പുള്ളിയെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സംസാരിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഓക്കെ, കം നെക്സ്റ്റ് ഡേ. അങ്ങനെ ഒരു എൻട്രി കിട്ടി. സോ ഇറ്റ് ഗോട്ട് മീ എ ജോബ് ഇവൻച്വലി. പുള്ളി ട്രെയിനി ആയിട്ടാണ് എന്നെ ഒരു ട്രെയിനിഷിപ്പ് പോലെയാണ്, പുള്ളി അപ്രന്റീസ് പോലെയാണ് അന്ന് ട്രൈ ചെയ്തത്. പക്ഷെ പറഞ്ഞു, ഇഫ് ഐ വാസ് ഗുഡ് ഇനഫ് ദേ സെഡ് ദേ വിൽ ഓഫർ മീ എ ജോബ്. അന്നൊക്കെ സബ് എഡിറ്റർ ആയിട്ടാണ് നമ്മൾ എപ്പോഴും ആദ്യമായിട്ട് കയറുന്നത്. ട്രെയിനി സബ് എഡിറ്റർ ആയിട്ട് അന്നെല്ലാം കയറും. Then you eventually find your way. You can go in as a reporter if you have the reporting skills, or you stay on the desk and you help with the the stories which are coming in from the field. So yeah, I mean, I would say social media, use it positively, which is by looking for people, following good writers, which once you've identified them, and if you want broadcast journalism, of course, I mean, that's a different stream. ആ ഒരു ഇന്ന് എല്ലാവർക്കും ഈ ഒരു സാധനം എല്ലാവരുടെയും കയ്യിലുണ്ട്, which is a phone, which is an iPhone or any phone. Every smartphone has great cameras, great I mean, ഞാൻ 2015 ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഓസ്ട്രേലിയ ന്യൂസിലൻഡിൽ, അത് ഞാൻ കവർ ചെയ്യുന്ന സമയത്ത് ഞാൻ ന്യൂസിലൻഡിലായിരുന്നു ഏതോ 2-3 കളിക്ക്. അപ്പം എൻ്റെ തൊട്ടടുത്ത് ഒരു ബി ബി സി സ്പോർട്ടിന്റെ വെബ്സൈറ്റിന് വേണ്ടി കവർ ചെയ്യാൻ വരുന്ന ഒരു ഇംഗ്ലീഷുകാരൻ. What he had was an iPhone like this with a selfie stick. He covered the entire World Cup on an iPhone and a selfie stick. പുള്ളിയുടെ ഔട്ട്പുട്ട് കണ്ട് ഞാൻ അതിശയിച്ചു പോയി. ഐ മീൻ, ബിക്കോസ് പുള്ളിയെ കണ്ട് ഞാൻ ഫീൽഡിൽ വെച്ചാണ് ആദ്യമായിട്ട് കാണുന്നത്. സംസാരിച്ചു, അയാളുടെ എന്താണ് അയാൾ ചെയ്യുന്നതെന്നുള്ളത്, എന്നിട്ട് അയാളുടെ ഞാൻ അയാൾ ചെയ്യുന്നത് കണ്ട് പഠിച്ചു. ഇറ്റ് വാസ് അമേസിങ് ദ വേ ഹി വാസ് വേ ബിയോണ്ട് ഹിസ് ടൈംസ്. റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഐഫോൺ വെച്ച് പുള്ളി കവർ ചെയ്യുന്നത്. പുള്ളിക്ക് ഒബ്വിയസ്ലി പ്രോപ്പർ കളി കവർ ചെയ്യാൻ പറ്റില്ല, ബട്ട് ഹി വുഡ് കവർ ദി ഫാൻസ്. കളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി സ്റ്റേഡിയത്തിന്റെ പുറത്തായിരിക്കും, ഫാൻസുമായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നു. അല്ലെങ്കിൽ കളിയുടെ ദിവസം മുമ്പ് ട്രെയിനിങ് സമയത്ത് പുള്ളി goes very close into the training pitches and then gets nice angles of very curious and very evocative angles in our training sessions, pinning interviews of the players. It was absolutely fascinating to see the guy do basically his craft. അതിൽ തന്നെ ഞാൻ അന്ന് I'm also doing something similar. പക്ഷെ ഞാൻ ടെലിവിഷന് വേണ്ടി ചെയ്യുന്ന സമയത്തായിരുന്നു. പക്ഷെ അതിൽ നിന്ന് എനിക്ക് I could figure out points. I could take points from what he was doing and incorporate into what I was doing. It was amazing to see. So ഈ ഫോൺ എന്നുള്ള സാധനം വെച്ച് ഒരുപാട് ബ്രോഡ്കാസ്റ്റ് ജേർണലിസം ഇപ്പം you can do. So I mean, you could post things on sites like Vimeo, which are exclusive video sites. Use them to your advantage by posting regularly, consistently. Good. You can now website you can actually see very good products being posted by a lot of people, professionals across the world. Sport specialize ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് who post things.
I would like to, I mean, some of the things which I do now is these days is actually since COVID started, it's mostly our work is through Zoom and, നമുക്ക് യാത്ര എന്നുള്ള ഒരു സാധനം ഇല്ല. ഇപ്പം കഴിഞ്ഞ ജാനുവരിയിലാണ് ഞാൻ ലാസ്റ്റ് ആയിട്ട് യാത്ര ചെയ്തത് for assignment. അതിനുശേഷം all the coverage has been through TV, through this computer and through Zoom, and അതുകൊണ്ട് mostly restricted to doing interviews on Zoom. If I don't know what നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്ന എൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഇപ്പം ഞാൻ ആക്ച്വലി I couldn't get any, but Zoom interviews ഒരു 100-150-200 Zoom interviews ചെയ്തു ഞാൻ ഫ്രം കഴിഞ്ഞ ഒരു മാർച്ച് ഏപ്രിൽ പോകുന്നത് once the lockdown started. What I do എൻ്റെ ഓഫീസ് എൻ്റെ അസൈൻമെന്റ് എൻ്റെ ജോലിയിൽ ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SNTV is the world's largest sports news agency. അതായത് പറഞ്ഞാൽ and we are owned by Associated Press. അപ്പോൾ ഇന്ത്യയിൽ ലോകത്തിൽ 3 ഏജൻസികളാണ്, ന്യൂസ് ഏജൻസികളാണ് ഏറ്റവും വലുത്. ഒന്ന് AP, which is Associated Press, which is my parent company. രണ്ടാമതൊന്ന് റോയിറ്റേഴ്സ്, മൂന്നാമത് ഉള്ളത് AFP, അതായത് ഫ്രഞ്ച് ഗവൺമെന്റ് ഫൈനാൻസ് ചെയ്ത അവരുടെ ഒരു ഏജൻസി ഫ്രാൻസ്വാ പ്രസ് എന്ന് പറയും AFP. ഇന്ത്യൻ ഏത് ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിയാലും ഏജൻസികൾ, ഇന്റർനാഷണൽ ഏജൻസികളാണെങ്കിൽ ഈ 3 ഏജൻസികളായിരിക്കും നമ്മൾ കാണുക. ഒന്ന് AP, ഒന്ന് റോയിറ്റേഴ്സ്, ഒന്ന് AFP. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം AP ഓൺ ചെയ്യുന്ന ഒരു കമ്പനിയാണ് എൻ്റെ SNTV എന്ന് പറയുന്നത്. അതായത് ഞങ്ങൾ സ്പോർട്സ് മാത്രം അതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നു. അത് പക്ഷേ എൻ്റെ പേരന്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് AP ആണ്. സോ വാട്ട് വി ഡു ഇസ് ഞാൻ ചെയ്യുന്ന സ്റ്റോറി ഗെറ്റ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു clients or subscribers. ഞങ്ങൾ അവിടെ പറയുന്ന സബ്സ്ക്രൈബേഴ്സ് ഓൾ അറൗണ്ട് ദ വേൾഡ്. ഞങ്ങൾ ഒരു 500-600ഓളം മീഡിയ ഏജൻസീസ് ഉണ്ട്, മീഡിയ എസ്റ്റാബ്ലിഷ്മെന്റ്സ് അറൗണ്ട് ദ വേൾഡ്. ഡെയിലി ഞങ്ങളുടെ ഔട്ട്പുട്ട് ഗോസ് ഔട്ട് ടു സോ മെനി എസ്റ്റാബ്ലിഷ്മെന്റ്സ് അറൗണ്ട് ദ വേൾഡ്. അതിൽ പ്രധാനമായിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഓർഗനൈസേഷൻസ് പറയുന്ന BBC വേൾഡ്, സ്കൈ സ്പോർട്സ്, അൽ ജസീറ, ഇന്ത്യയിലുള്ള ഇന്ത്യ ടുഡേ, അതായത് ആജ് തക്, ടൈംസ് നൗ, റിപ്പബ്ലിക്, NDTV, സി ന്യൂസ്, ഇവരുള്ള എല്ലാവരും എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്, എൻ്റെ ഏജൻസിയുടെ സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ ഇവർക്കെല്ലാം ഗ്ലോബൽ ഇവൻറ്റ്സ് അവരുടെ ന്യൂസ് ബുള്ളറ്റിൻസിൽ കാണിക്കണമെങ്കിൽ they usually get a lot from ഞങ്ങൾ കൊടുക്കുന്ന മെറ്റീരിയൽ ആയിരിക്കും അവർ ഉപയോഗിക്കുക, അവരുടെ മെറ്റീരിയൽ അവരുടെ ബുള്ളറ്റിൻസിൽ ഉപയോഗിക്കുക. ഇപ്പം ഇഫ് യു ഗോ ടു BBC വേൾഡ് അത് കാണുകയാണെങ്കിൽ അതിനകത്ത് at the bottom of the hour ഒരു സ്പോർട്സ് ബുള്ളറ്റിൻ കാണുമായിരിക്കും, ഒരു 10 മിനിറ്റ് ഡ്യൂറേഷൻ. ആ 10 മിനിറ്റ് ഡ്യൂറേഷനിൽ അതിനകത്ത് കാണിക്കുന്ന കോണ്ടന്റ് അവർക്ക് കിട്ടുന്നത് കൂടുതലും ഞങ്ങൾ ഓഫർ ചെയ്യുന്ന, ഞങ്ങൾ കൊടുക്കുന്ന കണ്ടന്റ് ആയിരിക്കും, പക്ഷെ അവർ തന്നെ ജനറേറ്റ് ചെയ്യുന്ന കണ്ടന്റുകളാണ്. അപ്പോൾ ആ ഒരു 10-15 മിനിറ്റിൽ ഇറ്റ്സ് എ മിക്സ് ആൻഡ് മാച്ച് അവർ ചെയ്യുന്നത്. അപ്പം ഇറ്റ്സ് എ റിപ്പോർട്ട്, ഒരു ഗ്രാഫിക് വെച്ച് ഒരു ഇന്ത്യ ഓസ്ട്രേലിയ ക്രിക്കറ്റ് സീരീസിനെ കുറിച്ച് അവർ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയാണെങ്കിൽ സ്കോർ ബോർഡ് കാണിച്ചിട്ട് then they cut to reaction of a player or a captain or ഒരു ചെറിയൊരു സൗണ്ട് ബൈറ്റ് ഇടും. ആ സൗണ്ട് ബൈറ്റ് അവർക്ക് കിട്ടുന്നത് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന എഡിറ്റിനായിരിക്കും അവർ ഉപയോഗിക്കുക. അല്ലെങ്കിൽ അവർക്ക് ഹൈലൈറ്റ്സ്, ഞങ്ങൾ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതായത് 5-6 മണിക്കൂർ ക്രിക്കറ്റിൻ്റെ ഞങ്ങൾ ഒരു 2 മിനിറ്റിന് അതിന് റിഡ്യൂസ് ചെയ്ത് ഹൈലൈറ്റ്സ് ഉണ്ടാക്കും. ആ ഹൈലൈറ്റ്സ് ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ഓൺ അവർ സർവീസ്, വിച്ച് അഗെയിൻ ഈ BBC വേൾഡ് പോലുള്ള ന്യൂസ് ചാനൽസിന് അവർ ഞങ്ങളുടെ ക്ലയൻറ്റ് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് കിട്ടുന്നു, അവരുടെ സ്പോർട്സ് ബുള്ളറ്റിനിൽ അവർ ഉപയോഗിക്കുന്നു. അപ്പം ആസ് എ വ്യൂവർ നിങ്ങൾ when you watch it from the other end, you wouldn't know SNTV പോലൊരു ഓർഗനൈസേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വ്യൂവേഴ്സിന്റെ മുന്നിൽ വരുന്ന ഒരു ഓർഗനൈസേഷൻ അല്ല. പക്ഷെ ഈ മീഡിയ ഓർഗനൈസേഷൻ ലോകത്തിലുള്ള വലിയ മീഡിയ ഓർഗനൈസേഷൻസ് എല്ലാം they depend on agencies.
കാര്യം ആർക്കും you can't have people all around the world. അതുകൊണ്ട് അവർ they subscribe to agencies. അവിടെയാണ് agencies role. Agencies will offer them stuff which is happening in South Africa. 2 hours later, they'll offer something which is happening in, say, Australia. They can offer people what any incident, any breaking news kind of stuff which is happening in US. But the span of agencies, the agencies cover the entire world. That is our specialty. പക്ഷേ എല്ലാ ന്യൂസ് ഓർഗനൈസേഷൻസും ലൈക്ക് സേ ഫോർ എക്സാമ്പിൾ ഒരു NDTV ഒരു ആജ്തക്കോ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഏഷ്യാനെറ്റിന് അവർക്ക് obviously they can't have people all around the world. But if they subscribe to an AP or a Reuters, then അവർക്ക് ഈ സ്ഥലങ്ങളിലുള്ള എല്ലാ ന്യൂസ് ബ്രേക്കിംഗ് ഇവൻസും അതിനുള്ള ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ എല്ലാം കോണ്ടന്റ് അവർക്ക് കിട്ടും. സോ അതാണ് ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഒരു function. We have to bring sports, what we think makes sense to people, we bring it to the newsrooms around the world through our distribution service. ഞങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷനാണ്. AP has an amazing, AP and Reuters have amazing distribution skills to generate, to aggregate content and distribute it to the rest of the world. Our strength is actually why we make we used to make good money. I mean, AP Reuters ഒക്കെ ഒരു കാലത്ത് വളരെ profitable organizations ആയിരുന്നു. പക്ഷേ ever since നമ്മുടെ ലോകത്തിൽ അതായത് 2009-11 ശേഷം ബോംബിങ്ങിന് ശേഷം നമ്മുടെ the focus of the world changed because of so many wars which went on. Afghanistan, Iraq, അവിടെ എല്ലാം ന്യൂസിന് ഒരുപാട് പ്രാധാന്യം വന്നു. ആ സമയത്ത് ഒരുപാട് എക്സ്പെൻഡിച്ചർ നമ്മുടെ എല്ലാ ഓർഗനൈസേഷൻസ്, എസ്പെഷ്യലി AP റോയിറ്റേഴ്സ് ഒക്കെ വർഷങ്ങളോളം we used to spend a lot of money into Iraq and Afghanistan. അവിടെ നമുക്ക് ബഡ്ജറ്റ് കട്ട് ചെയ്യാൻ ഒരു അവസരമില്ലായിരുന്നു. Year after year, the news used to drain all our resources, a lot of our resources. അതുകൊണ്ട് I mean, the international agencies, news agencies have struggled in the last, say, 15 years. But digital journalism, in the last 3-4 years, the digital world has opened up now and has given us new hope. Because ഒരു സാധനം വെച്ച് ഇപ്പോൾ ആൾക്കാർ, that's the biggest consumption of news. അതുകൊണ്ട് as you know, as all of you do it, you are probably the future. Every young person these days is the future of media because of this smartphone. You consume a lot through this, and we have to find a way to monetize it. Monetizing how to make money out of news. So you have to basically have a financial relationship with a big company like an Apple or a Samsung or a Google or any of those to find ways to make money out of news. But everybody will read news because that is what it is, either through Facebook or through some other means, or through a mobile phone. So this has given us fresh hope. We are hoping that in the next, coming, I don't know, next few years, the world of news will get a bit more, it'll change a bit. നമ്മളെല്ലാവരും കൺസ്യൂമിങ് ചെയ്യുന്നതിൻ്റെ ന്യൂസിൻ്റെ പാറ്റേൺ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. You won't probably read a half a page news report every day, പക്ഷേ you will read maybe 150 words or 200 words, which is what ഞങ്ങളൊക്കെ ഇപ്പം എഴുതുന്ന, എനിക്ക് എൻ്റെ ഡെയിലി എഴുതുന്ന പറഞ്ഞാൽ I've been told that not to write more than 200 words for a report. അതുകൊണ്ട് എഴുതുന്നതിൻ്റെയൊക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ we had to write, ഇപ്പോൾ ഒരു 3 മിനിറ്റിൻ്റെ ഒരു വിഷ്വൽ വീഡിയോ സ്റ്റോറി ഞാൻ ചെയ്യുവാണെങ്കിൽ I had to write my script had to match the visuals. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം the demand is don't write more than 150-200 words because people ഞങ്ങളുടെ ഇതെന്ന് പറഞ്ഞാൽ gets obviously voiced. ഞാൻ എഴുതുന്ന 150 words ആയിരിക്കും gets voiced into voice over through for the particular video story. പക്ഷെ അത് if you can't write too much, your reports can't be 3-4 minutes. It has to be cut down to, even in video, it has to be cut down to say 115 minutes and a half or 2 minutes max. അങ്ങനെയാണ് ഇപ്പം പ്രഷർ. കാരണം
every second counts, as they say, to retain the attention of the eyeballs. Everybody is in the race to retain the attention of these, capture these eyeballs through, and mostly through these smartphones. അത് എത്ര എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാ മീഡിയ ഓർഗനൈസേഷൻസിൻ്റെയും ഒരു attempt these days. So it's fascinating times these days. So എനിക്ക് തന്നെ ഞങ്ങൾ തന്നെ we keep changing the goalpost. നമ്മൾ പറയുന്നുണ്ട് ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, we get നമ്മുടെ തന്നെ ബിസിനസ്സിൽ ഇൻഡസ്ട്രിയിൽ the goalpost keeps shifting. അപ്പം അതനുസരിച്ച് നമ്മൾ നമ്മുടെ ക്രാഫ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ട്രേഡ് നമ്മൾ അതിനെ സ്റ്റിയർ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ we can't keep up with the times. Our stage-ലാണ് ഇപ്പം the way we are, the way it is moving, where the things are moving. So anyway, I'd like to get some feedback from you guys. What do you think? നിങ്ങൾക്കുള്ള questions എന്തൊക്കെയാണെന്നുള്ള എന്തെങ്കിലും, any question which you think is relevant for you, try and shoot some of these to me, and then I'll try and answer to you to the best of my abilities. Are you guys? Do you guys find it? I mean, I don't know. What do you guys? Do you have any questions at all to ask me, or do you want to listen more of, say, how I covered a particular sport, how I cover football, how I cover cricket, how I cover golf, how I cover tennis? I can go into specializations as well, so specified fields as well. But നിങ്ങൾക്ക് questions ഉണ്ടെങ്കിൽ I'm happy to take it as well. Questions ഉണ്ടെങ്കിൽ unmute ചെയ്ത് you can ask your questions, അല്ലെങ്കിൽ ചാറ്റിൽ ടൈപ്പ് ചെയ്യുകയും ചെയ്യാം. ഏതാണ് നിങ്ങൾക്ക് കൺവീനിയന്റ് അതനുസരിച്ച്. സർ ഒരു ചോദ്യം. Yes. സാർ ഇപ്പം പുതുതായൊരു സാറ് മുമ്പ് കണ്ടിട്ടില്ലാത്ത എന്ന് വെച്ചാൽ ഇപ്പൊ ഇന്ത്യയിൽ നമ്മൾ ജനിച്ചു വളർന്ന് ഇന്ത്യയിൽ കുറെ ഏറെ ഗെയിംസ് ഉണ്ട്. ഇപ്പം ബേസ്ബോൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇല്ലാന്ന് നമുക്ക് പറയാം. അപ്പൊ അങ്ങനത്തെ ഗെയിമില് സാർ എക്സ്പോസ്ഡ് ആവുകയാണ്, ഒരു ലോക്കൽ ഗെയിം, അത് പെട്ടെന്നൊരു ഹൈപ്പ് വന്നു അതിലോട്ട് എക്സ്പോസ്ഡ് ആവുകയാണെങ്കിൽ അതിനെപ്പറ്റി ഫുള്ള് മനസ്സിലാക്കുന്നത് എങ്ങനെയായിരിക്കും? So it's a good question, very valid question. So ഞാൻ സൗത്ത് ഈസ്റ്റ്, സിംഗപ്പൂർ ഇസ് പാർട്ട് ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നമ്മുടെ നാട്ടിലുള്ള പോലെ കബഡി ഒരു വളരെ റീജിയണൽ ഗെയിം അല്ലേ, നമുക്ക് വളരെ റൂറൽ ഗെയിംസ്, ഇന്ത്യയിലെ സോ കോൾഡ് റൂറൽ ഗെയിംസ് ആണ് കബഡി. പല ആൾക്കാർക്കും, ഇന്ത്യ പുറത്തുള്ള ആൾക്കാർക്കും ആ ഒരു സ്പോർട്ടിനെ കുറിച്ച് അറിഞ്ഞേകൂടാ. ഞാൻ ഇവിടെ വന്നപ്പോൾ അതുപോലത്തെ 3-4 സ്പോർട്ടുണ്ട് ഇവിടെ. ഈ മലേഷ്യ, ഇന്തോനേഷ്യ, തായ്ലാൻഡ്, ഈ രാജ്യങ്ങളിലെല്ലാം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്പോർട്ടാണ് സെപാക് തക്രോ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. ബേസിക്കലി വോളിബോൾ നമ്മൾ കളിക്കുന്ന, പക്ഷെ കാല് വെച്ച് പന്ത്, വോളിബോൾ നമ്മൾ കൈ ഉപയോഗിക്കുന്നത്, ഇത് കാല് വെച്ച് മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ ബോൾ. സോ ഇറ്റ്സ് എ ബോൾ മെയ്ഡ് വെച്ച് പണ്ടൊക്കെ കളിച്ചുകൊണ്ടിരുന്നത് ഈ ബാംബു റീഡ്സ് വെച്ചുണ്ടാക്കിയ സാധനമായിരുന്നു. പക്ഷെ ഇപ്പൊ അതിനെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് വളരെ സിന്തറ്റിക് മെറ്റീരിയൽ വെച്ചുണ്ടാക്കുന്ന ഒരു ബോളാണ് ആ സ്പോർട്ട്. ഐ മീൻ അതിനകത്ത് അങ്ങനെ ഒരു സ്പോർട്ട് നമ്മൾ കവർ ചെയ്യാൻ നേരത്ത് അതിനകത്ത് ഏറ്റവും കാര്യം നമുക്ക് നോക്കുന്നത്, യു ഹാവ് ടു ബ്രിങ് ഔട്ട് ദ ക്വർക്കി പാർട്ട് ഓഫ് ദറ്റ് സ്പോർട്ട് ഓർ ദി ഡ്രമാറ്റിക്സ് പാർട്ട് ഓഫ് ദറ്റ് സ്പോർട്ട്. അത് ഫോക്കസ് ചെയ്യുക. അതിലേതെങ്കിലും 2-3 എലിമെന്റ്സ് നമ്മൾ അതിലെ ഫോക്കസ് ചെയ്തിട്ട് യു ട്രൈ ആൻഡ് ക്രിയേറ്റ് എ സ്റ്റോറി അറൗണ്ട് ഇറ്റ്. ദാറ്റ് ഈസ് ടു ടേക്ക് ദ സ്പോർട്ട് ടു എ ഡിഫറെന്റ് ഓഡിയൻസ്. ഇപ്പം നമ്മൾ അതാണിപ്പം, ഇഫ് ദാറ്റ് ഈസ് യുവർ ടാസ്ക്, സോ സേ ഇഫ് യു ആർ റൈറ്റിംഗ് ഫോർ എ സ്പോർട്ട് to a sport which is not known in India, then you have to relate that sport to, so that the people in India can relate to it. അപ്പോൾ അങ്ങനെ കുറേ എലിമെന്റ്സ് അതിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് try and build a story around it. That is the best way to communicate what that sport is all about. പക്ഷെ ബേസ്ബോൾ, your question is if it's baseball, ഞാൻ ബേസ്ബോൾ എന്നുള്ള ഒരു എൻവയൺമെന്റിൽ നല്ല നമ്മൾ ആരും വന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ ബേസ്ബോൾ അറിയാവുന്ന ആൾക്കാരുണ്ട്, കുറച്ച് പേര് കാണുമായിരിക്കും, പക്ഷെ വളരെ വിരലെണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ.
ബട്ട് എനിക്ക് ഞാൻ ഈ സ്പോർട്സ് ജേർണലിസം തുടങ്ങിയപ്പോൾ എനിക്ക് ഗോൾഫ് എന്നുള്ള സ്പോർട്ട് അതുപോലെ ആയിരുന്നു. എനിക്കൊന്നും അറിഞ്ഞൂടാ. ഐ വാസ് ആബ്സല്യൂട്ട്ലി ഗ്രീൻ. ഐ ഹാഡ് നോ ഐഡിയ വാട്ട് ദിസ് ഗെയിം വാസ്, ദിസ് സ്പോർട്ട് വാസ്. പക്ഷെ ഞാനത് പഠിച്ചു. ഡൽഹിയിൽ ഇരുന്ന് ഡൽഹിയിൽ പോയി ഗോൾഫ് കോഴ്സസിൽ പോയി അതിനെക്കുറിച്ച് വായിച്ചു ഒരുപാട്. then you look in, അന്നൊന്നും യൂട്യൂബ് ഒന്നും ഇല്ല, പക്ഷെ കാണുന്ന ടി വിയിൽ എന്ത് കാണിക്കുന്നില്ല അത് കാണുമായിരുന്നു, കമന്ററി കേൾക്കും. അങ്ങനെ കേട്ട് കേട്ട് you slowly pick up and then you start attempting writing a story on it. അങ്ങനെ ഒരുപാട് ടെക്നിക്കലാണ്. സ്പോർട്ടിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സ്പോർട്സ് ജേർണലിസവും ബിസിനസ് ജേർണലിസവും ആണ് only the two streams of journalism where numbers, technical numbers are of high importance. സ്പോർട്ടിൽ നമ്മളൊരു സ്റ്റോറി എഴുതാൻ നേരത്ത് നമുക്ക് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് you can't get it wrong. There is no room to get that, to make that mistake. Statistics of a particular athlete is absolutely vital. അതുകൊണ്ട് എനിക്കറിയാം പണ്ടൊക്കെ ന്യൂസ് പേപ്പറുകളിൽ നമ്മൾ സ്പോർട്സ് ഡെസ്കിൽ ജോലി തുടങ്ങുകയാണെങ്കിൽ ആദ്യം കിട്ടുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റൈറ്റ് യുവർ ജോബ് വാസ് ടു ജസ്റ്റ് പ്രിപ്പയർ ദ സ്കോർ ഷീറ്റ്. ഒരു ക്രിക്കറ്റ് കളിയാണെങ്കിൽ ക്രിക്കറ്റിന്റെ സ്കോർ ബോർഡ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതായിരുന്നു യുവർ ജോബ്. അതിൽ എല്ലാവരുടെയും സ്റ്റാറ്റിസ്റ്റിക്സ് ഷുഡ് ബി ആബ്സല്യൂട്ട്ലി ആക്യുറേറ്റ്. യു കുഡന്റ് ഹവ് ഗോട്ട് ഇറ്റ് റോങ്. ഇഫ് യു ഗെറ്റ് ഇറ്റ് റോങ്, അടുത്ത ദിവസം അതിൽ എന്തെങ്കിലും പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണോ അടുത്ത ദിവസം എഡിറ്ററിന്റെ ചീത്തവിളിയായിരുന്നു. അങ്ങനെയായിരുന്നു ഇറ്റ് യൂസ് ടു ബി. പക്ഷെ ഇന്ന് അതിന്റെ ആവശ്യമില്ല. ബട്ട് ദാറ്റ് ഇസ് ദ കൈൻഡ് ഓഫ് attention, the level of attention which you need to when you handle sport, because statistics drives sport. പല ആൾക്കാർക്കും, I mean fans, especially fans, അവർക്ക് statistics കാണാപ്പാടം അറിയായിരിക്കും. പക്ഷെ doesn't mean that sports journalists would know those statistics. So it's all the more important for you to give that attention to that particular stat, whatever you're going through, and then make sure that you've got it accurately written in your report. So for baseball, with the colleague is an American guy. So I was lucky. ഞാൻ ഇവിടെ ഇങ്ങോട്ട് സിംഗപ്പൂരിൽ വന്നപ്പോഴത്തേക്കും അവനാണ് കൂടുതലും. ഏഷ്യ തന്നെ ബേസ്ബോൾ, ഇന്ത്യയിൽ ക്രിക്കറ്റിന് ഭ്രാന്തുള്ള പോലെയാണ് ബേസ്ബോൾ is so big in Taiwan, in Japan, fairly in Korea as well. ഈ 3 രാജ്യങ്ങളിൽ ഈ സ്പോർട്ടാണ് ഏറ്റവും വലിയ സ്പോർട്ട്. Baseball is absolutely crazy in Taiwan, absolutely crazy in Japan. But ചില സമയങ്ങളിൽ എനിക്ക് ബേസ്ബോളിനെ കുറിച്ച് എഴുതേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പ്രത്യേകിച്ച് ആദ്യത്തെ 3-4 വർഷങ്ങളിൽ എനിക്ക് I used to be very overwhelmed. ഇത് എങ്ങനെ എഴുതും എന്നുള്ളത്. പിന്നെ ഞാൻ ഇപ്പം എൻ്റെ കൊളീഗിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കും, അവന് വളരെ ബേസിക് ആയിട്ട് അതിനെ ഒന്ന് ബ്രേക്ക് ഡൗൺ ദാറ്റ് സ്പോർട്ട് എന്ന് പുള്ളിയോട് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇതിനെ വളരെ സിമ്പിൾ സ്പോർട്ടാണ്, അത് ഇങ്ങനെയൊക്കെയാണ് ഇതിന് ഒരുപാട് ടെക്നിക്കലായിട്ട് നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല, പക്ഷെ ബേസിക് സാധനങ്ങൾ കറക്റ്റായിട്ട് എഴുതുക. അതായത് ഒരു പിച്ചറുണ്ട്, ഒരു ബാറ്ററുണ്ട്, നമുക്ക് ഇറ്റ്സ് സോ ഈസി ഫോർ us to relate to as cricket. ഒരുത്തൻ പന്തെറിയുന്നു, അടിക്കുന്നു, പിടിക്കുന്നു, അല്ലെങ്കിൽ ബൗണ്ടറി പോകുന്നു. ഇതാണ് അതിനകത്ത് ബേസിക് സാധനങ്ങൾ. പക്ഷെ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമാണ് അതിനകത്ത് വ്യത്യാസം. നമ്മൾ അതിന് ക്രിക്കറ്റിൽ 4 runs, 6 runs, 1 run, 2 run എന്ന് പറയുന്നത്, പക്ഷെ അതിനകത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് കൗണ്ട് ചെയ്യുന്ന രീതി വേറെയാണ്. സോ ദാറ്റ് വാസ് ദി ഓൺലി തിങ്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകണമെങ്കിൽ obviously you don't have that. You're never going to be that because you are not grown up with that. You have to grow up with rugby. അതുപോലെ ഒരു സ്പോർട്ടാണ്. If you don't grow up with rugby, you are never going to be like a person who is, say, from Australia or in England or in France or in Italy or in Scotland. അവരെല്ലാം റഗ്ബിയാണ് അവിടുത്തെ സ്പോർട്ട്. അവിടെ ജനിച്ച് വളർന്ന റഗ്ബി കണ്ടാണ്. അപ്പൊ അതിന്റെ ഹിസ്റ്ററിയും അതിന്റെ ടാക്ടിക്സ്, അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ അവർക്ക് they know it back of their hand. നമുക്കത് ഒരിക്കലും അത് പറ്റില്ല. നമുക്ക് അതിന്റെ ഒരു ലെവൽ വരെ നമുക്ക് ആ സ്പോർട്ടിന്റെ ഡെപ്തിൽ പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് ബേസിക്കലി ഷാലോ ലെവലിൽ നമുക്ക് പോകാൻ പറ്റും. അതിനുശേഷം വളരെ ബുദ്ധിമുട്ടാണ്. I mean, you can't compete with a guy who is from that parts. അത്രയ്ക്ക് അതിന്റെ ആ ഒരു കാര്യം, ആ ഹിസ്റ്ററിയുടെ ടു ഗ്രോ അപ്പ് വിത്ത് എ പെർട്ടിക്കുലർ സ്പോർട്ട് എന്ന് പറയുന്നത് ഈസ് ആക്ച്വലി ട്രൂ. നമുക്ക് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഏറ്റവും വലിയ ഗുണം ഉണ്ടായെന്ന് വെച്ചാൽ, എനിക്ക് വളർന്നപ്പോൾ ഞാനൊക്കെ നെഹ്റു ട്രോഫി കാണാൻ പോകുന്നു. അതായത് ജവഹർലാൽ നെഹ്റു ട്രോഫി ഫുട്ബോൾ.
അന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, കൊച്ചിയിലും കേരളത്തിൽ തിരുവനന്തപുരത്തുമാണ് ഈ ടൂർണമെന്റ്സ് നടന്നുകൊണ്ടിരുന്നത്. 1980s. I mean, it was brilliant. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, 82-ലാണോ 83-ലെന്നോ ആണ് അർജന്റീന ടീം കാൽക്കട്ടയിൽ കളിക്കാൻ വന്നു, നെഹ്റു ട്രോഫി. അതിനകത്ത് മറഡോണ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും ഉണ്ടായിരുന്നു ആ ടീമിൽ. Buru Shaha, I mean, big players who went on eventually became big players. I remember watching it live. അന്ന് നമ്മൾ ദൂരദർശനിൽ കാണുന്ന എനിക്ക് ഓർമ്മയുണ്ടായത്. Every game watching it live. അതുകൊണ്ട് കേരളത്തിൽ നമുക്ക് ഫുട്ബോൾ ആ ഒരു നമുക്ക് എക്സ്പോഷർ ഉണ്ടായതുകൊണ്ട് it was so easy to relate to. So I would say stay with your strengths. Identify some sport and stay with those. Try and just stay with them instead of, as a curious mind, it's always good to know about other sport and learn about other sport. Other treat, if you're forced to cover it, the best way is to take elements out of it, relate it to a different sport, which are the popular sport, and then find parallels. അങ്ങനെയാണ് അതിനെ ഏറ്റവും ബെസ്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം എന്നെ ആരെങ്കിലും ഒരു അസൈൻമെന്റ് എനിക്ക് തരുവാണ് ടു കവർ എ ബിഗ്, അതായത് ബേസ്ബോളിന്റെ ബിഗസ്റ്റ് ഗെയിം ഇസ് ദ വേൾഡ് സീരീസ്. ദേ കോൾ ഇറ്റ് ദ വേൾഡ് സീരീസ്. അതായത് അവരുടെ എല്ലാ വർഷത്തെയും ഫൈനൽ ഇസ് കോൾഡ് വേൾഡ് സീരീസ്. ആ വേൾഡ് സീരീസ് കവർ ചെയ്യാൻ എന്നെ വിടുവാണെങ്കിൽ I will try and make a story which is relatable to, say, an Indian audience. അപ്പോൾ അതിനെ എങ്ങനെ നമുക്കത് കവർ ചെയ്യാൻ പറ്റും, എങ്ങനെ അതിനെ അട്രാക്റ്റീവ് ആക്കാൻ പറ്റും. That is how I would think and approach that story. Thank you, sir. Thank you. No worries. Yeah, Ajay, ഞാൻ അജയുടെ ക്വസ്റ്റ്യൻ കണ്ടു. യെസ്, അതൊരു ഫിഫ വേൾഡ് കപ്പ് 2006 എൻ്റെ രണ്ടാമത്തെ വേൾഡ് കപ്പാണ്. ആദ്യത്തെ വേൾഡ് കപ്പ് ഞാൻ ജപ്പാൻ കൊറിയ വേൾഡ് കപ്പാണ് ഞാൻ ആദ്യം കവർ ചെയ്തത്. അത് തന്നെ ഒരു അപാര എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ജർമ്മനി വാസ് ഒബ്വിയസ്ലി യൂറോപ്പിൽ ഫുട്ബോൾ കാണുക, യൂറോപ്പിൽ പോയി ഫുട്ബോൾ കവർ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു വേറെ ലെവലാണ്. കാര്യം യൂറോപ്യൻസ് തിങ്ക് ഫുട്ബോൾ ബിലോങ്സ് ടു ദം, best football, എല്ലാം it is in Europe, the best leagues are in Europe. So അവിടെ 2006 പോയപ്പോൾ ജർമ്മനി വാസ് ദ സ്റ്റോറി. കഴിഞ്ഞാൽ അവരുടെ ഒബ്വിയസ്ലി അവരുടെ നാട്ടിലാണ് ആ വേൾഡ് കപ്പ് നടന്ന് അവർ ഹോസ്റ്റ് ആയിരുന്നു. അവർക്ക് ആ ഒരു എനർജി, ആ ടീമിന്റെ ഒരു എനർജി വാസ് അതിഭയങ്കര എനർജി ആയിരുന്നു. It was brilliant. Our fans were absolutely mind-blowing. The whole country was backing them. ഏത് സ്ട്രീറ്റിൽ പോയാലും it'll be full of people. അങ്ങനത്തെ ഈ ഹിന്ദിയിൽ പറയും ഖച്ചാ ഖച്ച് ബരാ ഹെ എന്ന് പറയും, അതുപോലായിരുന്നു. ഏത് ജർമ്മനി കളിക്കുമ്പോൾ ഏത് ടൗണിൽ പോയാലും അതിഭയങ്കര ഫാൻ ഇൻവോൾവ്മെന്റ് ആയിരുന്നു. That drove the team, that passion, the whole country's passion drove the team towards semifinals അവർ ക്ലിയർ തോറ്റുപോയി. പക്ഷെ അത് കഴിഞ്ഞ് ആ ഇറ്റലി ടീം ജർമ്മനി സെമിഫൈനലിൽ തോൽപ്പിച്ചതുകൊണ്ട് മാത്രമാണ് അവർ ഫ്രാൻസിനെ അന്ന് ഫൈനലിൽ തോൽപ്പിക്കേണ്ടായിരുന്നു. ഫ്രാൻസ് വാസ് എ ബെറ്റർ ടീം ടെക്നിക്കലി. പക്ഷെ ആ മൊമെന്റം വിച്ച് ഇറ്റലി ഹാഡ് ഫ്രം ബീറ്റിംഗ് ദ ഹോസ്റ്റ് ടീം ഇൻ ദ സെമിഫൈനൽസ് വാസ് ആബ്സല്യൂട്ട്ലി ക്രിട്ടിക്കൽ ഇൻ ആ ഫൈനലിൽ. And they played obviously the defensive game, typical Italian game. They build their game on their defense. അത് കളിച്ച് they counter attack. അങ്ങനെയാണ് അവർ കളിച്ചുകൊണ്ടിരുന്നത്. So they play the typical game. അവരിങ്ങനെ ഫ്രാൻസിനെ ഇങ്ങനെ they pull them in. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, ടക്ക് ഗോൾ അടിച്ചു. That was the game. പക്ഷെ ആ ഒരു as you remember, the final goal was in the extra time. അതിനുശേഷമാണ് Zidane obviously lost his mind. But human beings, you can be a superb athlete, but there are some things which tickle your which will create a reaction out of your body. So obviously Zidane was a human being after all, so he reacted, head-butted him, and then, as they say, the rest is history. But yeah, it was an amazing World Cup, amazing experience. Critical for Italy, I think. End experience, which what I think was because they managed to beat
Germany in the semi-final, that momentum carried them through to the final and gave them the confidence to beat France in the World Cup. Otherwise, France was man for man. Probably France was a better team. Though it was towards the fag end of Zidane's career, but England, I mean, his quality was amazing. He was such a visionary football player in those times, and it was just a great treat to watch him. പുള്ളിയുടെ മൂവ്മെന്റ്സ് ഒക്കെ നമ്മൾ TV കാണുന്ന പോലെ അല്ല ശരിക്കും അവരെ നമ്മൾ സ്റ്റേഡിയത്തിൽ കാണുന്ന കളി. അവരുടെ ഓഫ് ദ ബോൾ മൂവ്മെന്റ്സ് അതിഭയങ്കരമാണ്. നമ്മളത് അത് മാത്രം ഇഫ് യു ജസ്റ്റ് ഒബ്സർവ് ഇറ്റ്, അതിഭയങ്കരമാണ് അവരുടെ ഓഫ് ദ ബോൾ മൂവ്മെന്റ്സ്. ബോൾ കാലിൽ കാണില്ലേ, പക്ഷെ the anticipation, how they visualize the movement of the ball. Wow, it's just such a treat to watch people like players like Zidane. The football stadium, you try and observe that, the off the ball movements. So many times, that is actually the critical factor. That is the clincher for one particular team winning, because how they move, anticipation of the ball, that is absolutely remarkable. Watching big players, great players, how they move around the field. To when you are in the 6-yard box, our ball pump is annalum, or finish and I mean, a lot of players can do. To be at the right place at the right time. To be at the right place at the right time. Most of the time, most often than not, it is because of the player's skill or visualization power to be at that exact time. അതുകൊണ്ടാണ് അവർക്കത് ഗോളാക്കാൻ, to create a goal out of nothing. That is what actually clinches victories for those big, big moments. They win the big moments. The big players step up for big moments and they win those moments. Other kind because of their skill, their visionary skill on the field. That is what I think from my experience. ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഇൻസിഡന്റിന് സാറും സാക്ഷിയാണ്. പിന്നെ സിദാൻ ഈ ഇറ്റാലിയൻ പ്ലെയർ വന്നിട്ട് എന്തോ ഒന്ന് ഇദ്ദേഹത്തിന്റെ ചെവിയിൽ മന്ത്രിക്കുന്നത് പോലെ, അങ്ങനെ ഈ വളരെ പഴയ ഒരു ഇതാണ്, പിന്നെ വിഷ്വലാണ് എന്റെ ഇതിലുള്ളത്. അപ്പൊ അത് സംതിങ് പ്രൊവോക്കേറ്റീവ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരുന്നത്. എന്താണെന്ന് അന്ന് മീഡിയകൾ അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ നാട്ടിലെ പത്രങ്ങളിലൊന്നും അത്ര വിശദമായി അത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല. എന്നാലും സംതിങ് വളരെ അദ്ദേഹത്തിന് മനസ്സിൽ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ കമ്മ്യൂണിക്കേഷനിലൂടെ വന്നത്. അതാണ് യഥാർത്ഥത്തില് അദ്ദേഹത്തിന്റെ ആ സമനില തെറ്റിക്കാനുള്ള കാരണം എന്നാണ്. അത് തന്നെയാണ് അൾജീരിയ, ഈ അൾജീരിയൻ ഒരു ഡിസെൻഡന്റ് ആണല്ലോ സൈനുദ്ദീൻ. അപ്പം അങ്ങനെ അതെന്താണ് എന്നുള്ളത് ഞാൻ പലപ്പോഴും അതിനെക്കുറിച്ച് ഒരു സ്റ്റോറി എഴുതണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രൊവോക്കേറ്റീവ് കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ മാസിന്റെ ലോകം മുഴുവൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു. അതിനകത്ത് ഒരു ഇറ്റാലിയൻ കളിക്കാരൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് വേറെ, ഇയാള് ഫ്രാൻസിലേക്ക് കുടിയേറിയ ഒരു പാരമ്പര്യത്തിൽ നിന്നുള്ള ആളാണ്. അപ്പം ഈ ദീസ് ഡിഫറെന്റ് കൾച്ചേഴ്സ്, അപ്പൊ അത് യൂറോപ്പിലൊക്കെ പണ്ട് മുതലേ നിലനിന്നിരുന്ന ഒരുപാട് കാര്യങ്ങളുടെ ഒരു കൾമിനേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മള് ഇവിടെ ഈ കാളപ്പൂരം എന്ന് പറയുന്നത് പോലെ തന്നെ അപ്പം അതെന്താണ് എന്നുള്ളതിനെ കുറിച്ച് അങ്ങനെയാണെങ്കിൽ അതൊക്കെ എനിക്ക് കിട്ടിയാൽ അതൊരു വലിയൊരു അസറ്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ ഈ സ്റ്റോറിക്ക് ഒരു വലിയൊരു if you remember, as you said, Zidane Algerian heritage ulla player ആണ്. Parents are from Algeria, അങ്ങനെ വന്ന കക്ഷിയാണ്. but അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുന്നത് ഇറ്റലി എന്നുള്ള രാജ്യം ഇന്ന് if you look at it is ഇറ്റാലിയൻ ഫുട്ബോളിലാണ് ഏറ്റവും കൂടുതൽ പ്രിവലൻസ് ഓഫ് റേസിസം. ഏറ്റവും കൂടുതൽ പ്രിവലൻസ് ഓഫ് റേസിസം ഉള്ള ലീഗാണ് ഇറ്റാലിയൻ ഫുട്ബോൾ ലീഗ്. സെറിയ എന്നുള്ള അവരുടെ ടോപ്പ് ഡിവിഷൻ ലീഗിൽ ഭയങ്കര റേസിസ്റ്റ്. അവരുടെ ഫാൻസ് ആർ ദ മോസ്റ്റ് റേസിസ്റ്റ്. അവര് കറുപ്പ് പ്ലെയർ, അതായത് കറുപ്പന്മാരെ അവരിങ്ങനെ ഏറ്റവും കൂടുതൽ മങ്കി ചാൻസ് ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് ഇറ്റാലിയൻ ഫുട്ബോൾ. അപ്പോൾ ഈ പ്ലേയേഴ്സ്, ഈ ഇറ്റാലിയൻ പ്ലെയർ അവൻ അറിയാമായിരുന്നു കറക്റ്റായിട്ട് സിഡാനിനെ വിച്ച് റോ നെർവ് ടു ടച്ച്. അവൻ വളരെ ബിലോ ദ ബെൽറ്റ് ആയിട്ടുള്ള ഒരു കമന്റ് ആണ് അവൻ പാസ്സാക്കിയത്. വളരെ ബിലോ ദ ബെൽറ്റ് ആയിട്ടുള്ള പാസ് അവൻ സിഡാനിന് പറഞ്ഞത്. that was very provocative. അപ്പോൾ അത് ഒരു സിഡാൻ റിയാക്ഷൻ ഉണ്ടാക്കി. So and it is a normal tactic in Italian football.
വളരെ നോർമൽ ടാക്ടിക്കാണ്. പക്ഷെ ഇത്ര പ്രഷർ കുക്കർ മൂമെന്റ് ആയിട്ടുള്ള വേൾഡ് കപ്പ് ഫൈനലിൽ അത് അവൻ ഉപയോഗിച്ചു, and he used it to his advantage. അത് which is quite below the belt, but you know, ജയിക്കാൻ വേണ്ടി ആൾക്കാർ എന്തും ചെയ്യും. അതുപോലെയാണ് അന്ന് അയാൾ ചെയ്തത്. ഇന്ത്യ ഇന്ന്, ആസ് അജയ് is written ഈ ചാറ്റ് റൂമിൽ, ബലത്തോലിയുടെ കേസ്, മരിയോ ബലത്തോലി ഇറ്റാലിയൻ പ്ലെയർ ആണ്. അവൻ പക്ഷെ ഇമിഗ്രന്റ് ആണ്. He's a black guy, but he himself gets shouted at, abused in all the stadiums he plays in Italy. Karim, that is why he's a good player, they know, and fans, ബാക്കിയുള്ള ക്ലബ്ബുകളുടെ അവർ വന്ന് ഇവനെ ഇങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കും സ്റ്റേഡിയത്തിൽ the whole time. അതൊരു part of, it's become a part of a culture in unfortunately in sporting avenues. ഇപ്പം കഴിഞ്ഞ ആഴ്ച when മുഹമ്മദ് സിറാജിനെ കുറിച്ച് ഓസ്ട്രേലിയയിൽ സ്റ്റോറി ഉണ്ട്, അവനെ ചീത്ത വിളിച്ചു എന്നുള്ള ഓസ്ട്രേലിയ സ്റ്റോറി ഉണ്ടായപ്പോൾ, if you listen to people, you know, it's ഓസ്ട്രേലിയയിൽ ഇതുപോലെയാണ്. ലൈക്ക് ഇൻ ഇറ്റലിയിൽ ഫുട്ബോൾ, അതുപോലെയാണ് ഓസ്ട്രേലിയയിൽ ക്രിക്കറ്റേഴ്സിനെ അടുത്ത് അവർ പെരുമാറുന്നത്, ഫാൻസ്. The way they interact with the cricketers or the players is by abusing them, mostly abuse them. Adoru it has become a par for the course. Nammal in sporting terminology parayna, it's become par for the course nu parayum. Adupoleയാണ് ഇന്ന് ചീത്ത വിളിക്കുക എന്നുള്ളത് ഒരു accepted norm ആയി മാറിപ്പോയി, unfortunately. പക്ഷേ but you know, ഇന്ന് there is more awareness to it today, especially about racism and players. ഇന്നൊരു പ്ലെയർ ഏതെങ്കിലും ഒരു മറ്റൊരു പ്ലെയറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, the way Zidane was subjected to, that player will immediately get a card. So hopefully, but because there is more awareness by the officials as well, our level of awareness is actually, it has done good. But players ഇന്നും പല രാജ്യങ്ങളിലും, റഷ്യ പോലെ രാജ്യങ്ങളിൽ പോയി ഒരു വേറൊരു ടീം കളിക്കാൻ പോവാണെങ്കിൽ, the amount of abuse the players have to suffer, it is unbelievable. റഷ്യൻ ലീഗിലൊക്കെ എന്ന് പറഞ്ഞാൽ high level of racism. റഷ്യൻ ലീഗ്, ഡച്ച് ലീഗ്, ഇറ്റാലിയൻ ലീഗ്, സ്വിസ് ലീഗ്, എല്ലായിടത്തും ഭയങ്കര high level of racism ആണ് ഇപ്പോഴും, unfortunately. ഇംഗ്ലണ്ട്, ഓഫ് കോഴ്സ്, ഇംഗ്ലണ്ടിൽ നമ്മൾ ഇപ്പോഴും റാഷ്ഫോർഡ്, സ്റ്റേർലിംഗ്, അവരൊക്കെ യുനോ ലാസ്റ്റ് ഇയർ, ഇഫ് യു റിമെമ്പർ, സ്റ്റേർലിംഗിന്റെ ഭയങ്കര സ്റ്റോറിയായി. ബിക്കം അവന് the amount of abuse he had to suffer. So it's an unfortunate part of become part and parcel of sport now. So yeah, but Zidane, കാര്യം വെച്ച് കഴിഞ്ഞാൽ, he got below the belt. അയാള് സിഡാന്റെ ഫാമിലിയെ കുറിച്ചൊക്കെയാണ് ചീത്ത വിളിച്ചത്, അൾജീരിയൻ ഹെറിറ്റേജിനെ കുറിച്ചും എല്ലാം. and it was a very below the belt remark. അതുകൊണ്ട് മാത്രമാണ് അവൻ റിയാക്ട് ചെയ്തത് ആ സമയത്ത് അതേപോലെ. അല്ലെങ്കിൽ ഒരിക്കലും സിഡാനെ പോലെ വളരെ കാം ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, ഒരിക്കലും അങ്ങനെ റിയാക്ട് ചെയ്തില്ല. but he reacted, and the Italian guy had only one motive, അതായത് ഇങ്ങനെ ഒരു റിയാക്ഷൻ അവൻ്റെ നിന്ന് എടുക്കുക, and then therefore he would lose the mind. Thank you, sir. Thank you very much. Yeah, you're right, Ajay. Even a game cancelled in Champions League because of racism. Yes. So these days, as I said, authorities, the organizers, are far more aware of എന്താണ് നടക്കുന്നതെന്നുള്ളത്. So you know, even in Asia, I cover, ഞാൻ ജപ്പാനിൽ ഫുട്ബോൾ ഇഷ്ടംപോലെ കവർ ചെയ്തിട്ടുണ്ട്, കൊറിയയിൽ കുറച്ചൊക്കെ, മലേഷ്യ, ഇന്തോനേഷ്യ, തായ്ലൻഡിലൊക്കെ ഒരുപാട് ഞാൻ ലോക്കൽ ഫുട്ബോൾ കവർ ചെയ്തിട്ടുണ്ട്. ഈ രാജ്യങ്ങൾ സഹിതം ഒരുപാട് ഇവിടെയുള്ള ഈ രാജ്യങ്ങളിലുള്ള ലീഗുകളിലെല്ലാം ബ്ലാക്ക് പ്ലെയേഴ്സ് കളിക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ ഈ സ്ഥലങ്ങളിൽ പോലും ചില സമയത്ത് ബ്ലാക്ക് പ്ലെയേഴ്സിന് they suffer abuse, which is quite sad. പക്ഷെ അതൊരു ഞാൻ പറഞ്ഞല്ലേ, ഒരു നോമായി മാറിയിരിക്കുകയാണ് അവരെ ചീത്ത വിളിക്കുക എന്നുള്ളത് ബൈ ഫാൻസ്. അത് ഒഫീഷ്യൽസിനും അതോറിറ്റീസിനും മാത്രമേ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം അല്ലെങ്കിൽ ഒരു ഫാൻസിനെ അതൊരു എഡ്യൂക്കേഷൻ മാത്രമേ പറ്റുള്ളൂ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൾച്ചറൽ ഷിഫ്റ്റ്. ഇറ്റ് ഹാസ് ടു ബി എ കൾച്ചറൽ ഷിഫ്റ്റ് അല്ലേ? അത് അല്ലെങ്കിൽ ഫാൻസ് ഈസ് നോട്ട് ഗോണ change their behavior overnight. It has to be a cultural shift. It'll take time. Hopefully
in the next, I don't know, 5 years, 10 years, we can completely stamp out racism out of sporting arenas. That is what you need. And പക്ഷെ അതിനെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് പ്ലേയേഴ്സിനെ അതിനെ വളരെ ക്രൂഡായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. So unfortunately we live in that era now. What else? Anymore? നിങ്ങൾ ആരെങ്കിലും ഒരു സ്പോർട്ടിംഗ് ഒരു സ്റ്റോറി എഴുതിയിട്ടുണ്ടോ? സ്പോർട്സ് സ്റ്റോറി എഴുതിയിട്ടുണ്ടോ? ആസ് എ നിങ്ങളുടെ ഒരു ജേർണൽസിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എനി ബ്ലോഗ്സിലോ എവിടെയെങ്കിലും എഴുതി എക്സ്പീരിയൻസ് ഉണ്ട് ആർക്കെങ്കിലും? അത് if somebody has it, can you share it with me? എഴുതിയിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. വോയിസ് ക്ലിയർ ആയില്ലായിരുന്നു. ഒരിക്കൽ എന്തായിരുന്നു ചോദിച്ചത്? അല്ല, ഞാൻ ചോദിച്ചത് നിങ്ങൾ ആരെങ്കിലും സ്പോർട്ട് എഴുതിയിട്ടുണ്ട്, സ്പോർട്ട് കവർ ചെയ്യുന്ന പോലെ, ഐ മീൻ ഒരു എനി കോളമോ എനി? അജ്മൽ, യെസ്, അജ്മൽ പറഞ്ഞിട്ടുണ്ട്. അജ്മൽ സംസാരിക്കാമോ? കേക്കാവോ? ഹലോ, കേക്കാവോ? കേക്കാം. സാർ, ഞാൻ എഴുതിയിട്ടുണ്ട്. ഇടയ്ക്ക് പാർട്ട് ടൈം ആയിട്ട് PG ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു സ്പോർട്സ് പോർട്ടലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ IPL നടക്കുന്ന ടൈമായിരുന്നു. സ്പോർട്സ് ഗാലറി എന്ന് പറഞ്ഞിട്ടായിരുന്നു. പിന്നെ ആകാശവാണിയല്ലേ, ഓൾ ഇന്ത്യ റേഡിയോ, അതിനുവേണ്ടി സ്പോർട്സ് സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്. ഇടയ്ക്ക് 3 months കൂടുമ്പോഴത്തേക്ക് ഒരാൾക്ക് എഴുതാൻ പറ്റും ഒരു സ്ക്രിപ്റ്റ്. അങ്ങനെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2020 മെയിൻ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ചെയ്തു. ഇപ്രാവശ്യം പിന്നെ രവിശാസ്ത്രിയെ പറ്റി, ഗവാസ്കറിനെ പറ്റി ഒരു സ്ക്രിപ്റ്റ്, അങ്ങനെ 2-3 പ്ലേയേഴ്സിനെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം അസ്യൂമിങ് ഇതെല്ലാം മലയാളത്തിലാണ് എഴുതുന്നത് അതോ ഇംഗ്ലീഷിലാണ് എഴുതുന്നത്? മറ്റേ സ്പോർട്സ് ഇത് ആകാശവാണിയിൽ മലയാളമായിരുന്നു. പിന്നെ അല്ലാതെ ഇടയ്ക്ക് ചിലപ്പം ബ്ലോഗിൽ ഇംഗ്ലീഷിൽ ഞാൻ ചെറുതായിട്ട് എഴുതാറുണ്ട്. ഇടയ്ക്ക് എഴുതുക, കീപ് റൈറ്റിംഗ്. ബ്ലോഗിലാണ് ഏറ്റവും സുഖമായിട്ട് എന്തും എഴുതാം. You can just write whatever you want. You've got all the freedom. എഴുതുക. അതാണ് the best way to നന്നാവത്തേ ഉള്ളൂ, അങ്ങനെ നന്നാവുള്ളൂ. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് വേ ടു ഡു ദാറ്റ് ഈസ് ടു കീപ് റൈറ്റിംഗ്. പിന്നൊരു ഇന്റർവ്യൂ, നിങ്ങൾ പ്ലേയേഴ്സിനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് ആരെങ്കിലും ഇതിനകത്ത്? വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് ഇന്റർവ്യൂയിങ് ഓഫ് ആത്ലീറ്റ്. അതിനകത്ത് 1-2 കാര്യങ്ങൾ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്കവാറും പ്ലേയേഴ്സ് അവർക്ക് മീഡിയ എന്ന് പറഞ്ഞ ഒരു അല്പം ഹെസിറ്റേഷനാണ്. കാര്യം അവർക്ക് അതിന്റെ മീഡിയയുടെ നെഗറ്റീവ് പാർട്ടാണ് അവർ ഏറ്റവും കൂടുതലും അവര് എപ്പോഴും അവരുടെ മനസ്സിലുള്ളത്, ദ ബാക്ക് ഓഫ് ദ മൈൻഡ്. അപ്പോൾ അവർ ഒരല്പം ഹെസിറ്റൻ്റ് ആയിരിക്കും when they come to media. പക്ഷെ നമ്മളതിനെ സ്പോർട്ട് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ, അല്ലേ? ഐ മീൻ you try to create a positive story usually. Sport നമ്മളൊരു പോസിറ്റീവ് സ്റ്റോറി ചെയ്യാനുള്ള ambition, ഒരു ഗോളും കൊണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ, one of the things which you can കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഓ am I breaking? കേൾക്കുന്നുണ്ട്. So one of the things you can look for is, നമ്മൾ ആദ്യം ഒരു സ്പോർട്ടിംഗ് ടെർമിനോളജി യൂസ് ചെയ്യുകയാണെങ്കിൽ സോഫ്റ്റ് ബോൾസ്, ആദ്യം 2-3 സോഫ്റ്റ് ബോൾസ് കൊടുക്കുക ടു ദി അത്ലീറ്റ് ആസ് എ ക്വസ്റ്റ്യൻ.
couple of questions. അയാളെ ഒരു ലൈറ്റ് മൂഡിലാക്കി കൊണ്ടുവരിക, and then you can ask him the pointed questions. So always offer them a couple of softballs to kind of loosen them up a bit. അതാണ് ഒരു one of the best techniques for athletes interview എന്നത്. കാര്യം അവർക്ക് if they find a bit of comfort level, പിന്നെ അവർ they are easier to kind of open up more. അവരെ you can get stuff out of them. പക്ഷെ അവരെ നമുക്ക് കംഫർട്ട് ലെവൽ അവർക്ക് കൊടുക്കണം, നമ്മൾ കൊടുക്കണം. That responsibility is on us as an interviewee. So you give them a couple of softballs. Any question. Softballs can be anything. I mean, ഇപ്പം ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു ആത്ലീറ്റിനെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ യു കെൻ ആസ്ക് ഹിം ഒരു പ്ലെയർ ആണോ അത് അല്ലെങ്കിൽ മാനേജർ ആണോ കോച്ചാണോ ആരാണെങ്കിലും just start off with what they had, അവരുടെ conversation എന്തായിരുന്നു immediately after training, how the boys feel, അങ്ങനെ ചെറിയ soft questions which brings them up to the mood to a proper interview. അങ്ങനെ അപ്പോൾ ആദ്യം ഒരു 2-3 soft balls കൊടുക്കുക, അതിനുശേഷം you can ask them the so-called tougher questions or harder questions, which is always good. Live ആണെങ്കിൽ obviously it's a different ball game. ചിലപ്പോൾ നമുക്ക് ടൈം റെസ്ട്രിക്ഷൻസ് കാണും, so you will have to straight away go into your story, what you're looking for. അല്ലെങ്കിൽ you edit ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഇന്റർവ്യൂസ് ആണെങ്കിൽ അതിന് നമ്മൾ you can obviously use all these techniques to your advantage. So one of the interesting end experience which what I can share with you is Roger Federer എന്നുള്ള ഒരു ടെന്നീസ് പ്ലെയർ ഉണ്ട്, എല്ലാവരും കേട്ട് കാണുമല്ലോ ഫെഡററിനെ കുറിച്ച് അല്ലേ? ഫെഡറർ എന്ന് പറഞ്ഞാൽ 4 ഭാഷ സംസാരിക്കുന്ന മനുഷ്യനാണ്. He speaks English of course fluently, French, German, and because he's a Swiss national, he also speaks German. There is a version of Swiss German, which is the most common language in Switzerland. Swiss German. ഇതും ഈ 4 ഭാഷയും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നു. അയാളുടെ എല്ലാ പ്രസ് കോൺഫറൻസസും ഡ്യൂറിങ് an Australian Open or during a Wimbledon or during a US Open, എല്ലാ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ടുള്ള പ്രസ് കോൺഫറൻസ് ആയാലും ഫൈനൽ കഴിഞ്ഞിട്ടുള്ള പ്രസ് കോൺഫറൻസ് ആയാലും every press conference lasts for about 45 minutes. Press room will be absolutely packed. ആദ്യത്തെ 20 മിനിറ്റ് English questions only. അടുത്ത ഒരു 6-7 questions will be Swiss German, പിന്നെ it will be French, പിന്നെ it will be German. I mean, imagine an athlete sitting through after every round ഇത്രയും questions എടുത്ത് ഇത്രയും ലാംഗ്വേജ്. അയാളുടെ പേഷ്യൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് you have to salute him. Amazing athlete, amazing human being, വളരെ modest, വളരെ humble. ആര് പോയാലും ആരെടുത്തും വളരെ ദേഷ്യമായിട്ടൊന്നും പെരുമാറത്തേയില്ല, very approachable. അങ്ങനെയുള്ളൊരു he's a fantastic human being and a great athlete as well. Yes, I see a chat here. What about women journalists? Why less representation? Yes, interesting question. ഞാൻ journalism, sports journalist, when I started off, 1-2-3 പേര് maximum women journalists only. എനിക്ക് തോന്നുന്നു ഇപ്പോഴും those numbers have not risen dramatically. ഇന്നും അത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ത്യക്ക് പുറത്ത് അങ്ങനെ ആവണമെന്നില്ല. അതായത് എസ്പെഷ്യലി ഓസ്ട്രേലിയ അല്ലെങ്കിൽ UK എന്നീ സ്ഥലങ്ങളിൽ, ഈവൻ സ്പെയിൻ, ഇറ്റലി എന്നുള്ള രാജ്യങ്ങൾ, ബ്രസീൽ ഒരുപാട് ഞാൻ വിമൻ ജേർണലിസ്റ്റുകളെ കണ്ടു. ബട്ട് ഐ ഡോണ്ട് നോ വൈ. അതൊരു വളരെ ഒരു ക്വസ്റ്റ്യൻ, വൈ ലെസ് റെപ്രസെന്റേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു വളരെ ഒരു ഇറ്റ്സ് വെരി നമ്മൾ എന്താ പറയാ, എക്സ്പെക്റ്റഡ് കൈൻഡ് ഓഫ് ഒരു ആൻസർ അതിന് കൊടുക്കാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ അധികം സ്പോർട്ടിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളതാണ് ആൾക്കാരുടെ ഇനിഷ്യൽ റിയാക്ഷൻ. ബട്ട് that is not the way. I mean, it's also, I think, culture alpam അതിന് contribute ചെയ്യുന്നുണ്ട്. Usually kids who play, girls who play sport get interested in sport when they start off playing sport early.
they get really interested in sport, even in their later lives, adult lives as well. നമ്മുടെ നാട്ടിൽ, I mean, actually there is no reason why girls shouldn't be playing more sport, and why girls shouldn't be represented in sports media more. ഒരുപാട് പേരുണ്ട്. Like എനിക്ക് തോന്നുന്നു ഇന്നും ഏറ്റവും one of the best cricket writers in India is Sharda Ugra. I mean, she's a brilliant, absolutely brilliant writer. And I think even in world journalism, probably in world sports cricket writers, she's just not a cricket writer. She's a proper sports journalist. She can write on everything, but she's cricket for join Jane Shesham. She's only written mostly on cricket, but she can write on anything. She can write, any sport, any tennis she can write. She can write badminton. She's so good. അതുപോലെ തന്നെ ബാഡ്മിന്റണിൽ ഇന്ത്യൻ എക്സ്പ്രസിന് എഴുതുന്ന ഒരു ശിവാനി എന്നുള്ള ഒരു പെൺകുട്ടിയുണ്ട്. എനിക്ക് നല്ലോട്ട് അറിയാവുന്നതാണ് ശിവാനി നായിക്. Try and read her stories. Absolutely different perspective on it. When she writes reports on a badminton tournament, ella ദിവസവും ശിവാനിയുടെ സ്റ്റോറീസ്, ശിവാനിയുടെ ആർട്ടിക്കിൾസിന് it's a different take. She doesn't start the story her reports doesn't start in a typical expected way. She will give you a different perspective. Her knowledge of badminton is absolutely brilliant, and she loves badminton as a sport so much. So try and follow her, Shivani Naik, in Indian Express. Amazing journalist. Cricket again gives you ഒരു ഫോമർ ക്രിക്കറ്റർ, പണ്ട് ഇന്ത്യക്ക് വേണ്ടി കളിച്ച ഒരു ക്രിക്കറ്റർ ഇപ്പം ജേർണലിസത്തിൽ വന്നിട്ടുണ്ട്, സ്നേഹൽ എന്നാണ് തോന്നുന്നു എനിക്ക് പേര്. I just forget her first name. She also writes very well. Gives you a very good different take on cricket. ഇന്ത്യയിൽ, because everything we have to relate to cricket, it's because it's such a huge sport, massive following. But yeah, I mean, there is nothing stopping women from becoming sports journalists. I think you have almost every equal opportunity like boys. You should be, in fact, you can, if you are in a women journalist these days in any press room, you probably have an advantage. Oru media, typical or media scrum situation anengi, the typical English way of looking at things, ladies first, always ladies get to ask the first questions. You can use that to your advantage, so it's so, I mean, I would love to see, പല സ്ഥലങ്ങളും പോകുമ്പോഴും, when you see women journalists, I find it's fascinating to see, to learn their stories, how their backgrounds. I always try and talk to them, and I find it extremely interesting and fascinating to see how they got involved in media. പാകിസ്ഥാനിൽ ഒരു സൈനബ് എന്നുള്ളൊരു പെൺകുട്ടിയുണ്ട്, ക്രിക്കറ്റ് ബ്രോഡ്കാസ്റ്റിംഗിലാണ്. ഷീസ് അഗെയിൻ എ ഫാസിനേറ്റിംഗ് സ്റ്റോറി, ഹൗ ഷീ ഗോട്ട് ഇൻ ടു ഇറ്റ്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. അവിടുന്ന് എങ്ങനെ she came through, burst the so-called glass ceiling, and then she came out. And in the she's a much sought after woman journalist in Pakistan, Zainab Abbas. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇഷ്ടം പോലെ ഒരുപാട് പേരുണ്ട്. പക്ഷേ again, yeah, you're right, the numbers are not as high as the way it is with the boys, but I think girls are picking up, and there is all the world is your oyster, as they say. Nothing should stop you. Nothing should be a hurdle or an impediment. Just get into it. I mean, you will get as much opportunities, or you have as much ability. You should not be short of confidence because it's sport. There's nothing stopping you at all. I think with more, എൻ്റെ ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞാൽ, if you have more women in journalism, in any field, actually, more the merrier. That's the attitude you should have. Thank you for the answer, sir. No, you rightly said it, culture, but കേരളത്തിലെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൾച്ചറൽ ബാരിയർ മാറ്റാൻ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ആവും. നമ്മൾ വി ആർ നോട്ട് എക്സ്പെക്ടിങ് ദാറ്റ് ഇറ്റ്സ് ഹാപ്പനിങ് ഇൻ കേരള ഓൾസോ. ഇപ്പോഴും നമ്മുടെ ഒരു സാധാരണ സ്കൂളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, ഇഫ് ഇറ്റ്സ് എ ഫ്രീ ടൈം, ബോയ്സിനോട് നമ്മൾ പുറത്ത് പോയി കളിക്കാൻ പറയും, ഗേൾസിനോട് നമ്മൾ ക്ലാസ് റൂമിൽ ഇരിക്കാൻ പറയും. അത് മാറണം, അത് മാറിയേ പറ്റൂ. അതെ,
അത് മാറ്റിയേ പറ്റുള്ളൂ. അത് ഇറ്റ്സ് അമേസിങ് വൈ ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. എനിക്കത് മനസ്സിലായിട്ടില്ല ഇതുവരെ. എനിക്ക് എൻ്റെ മോൾ എന്ന് പറഞ്ഞാൽ 14 വയസ്സുള്ള കുട്ടിയാണ്. എല്ലാ ദിവസവും വൈകിട്ട് ആണുങ്ങളുടെ കൂടെയാണ് എൻ്റെ മോള് ഫുട്ബോൾ കളിക്കുന്നത് ഇവിടെ. നോ സ്റ്റോപ്പിംഗ്. ഇവിടെ ആരും അങ്ങനെ റെസ്ട്രിക്ഷൻസ് ആരും കൊടുത്തിട്ടേ ഇല്ല. പെൺകുട്ടിയാണ് ആൺകുട്ടിയെ നോക്കില്ല, അവരെല്ലാം ഒരുമിച്ച് കളിക്കുന്നു, ദിവസവും കളിക്കുന്നു. ടെന്നീസ് കളിക്കുന്നു, ബാസ്കറ്റ്ബോൾ കളിക്കുന്നു, ഫുട്ബോൾ കളിക്കുന്നു. ആൻഡ് ഇറ്റ്സ് ഗ്രേറ്റ് ടു സീ. ഐ ഡോണ്ട് നോ നമ്മുടെ കേരളം നാട്ടിൽ എന്തുകൊണ്ടാണ് അത് അങ്ങനെ. പേരൻസ് ആണ് ഏറ്റവും കൂടുതൽ കുഴപ്പക്കാർ. എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ സ്കൂളിലെ അധ്യാപകന്മാരും അങ്ങനെ തന്നെയായിരിക്കും. ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് അവർ സ്കൂളിലും കൊണ്ടുവരുന്നത്. അവരുടെ ആ ഒരു ഇൻഡിവിജ്വൽ കാഴ്ചപ്പാട് അവർ സ്കൂളിൽ കൊണ്ടുവരുന്നു. അങ്ങനെ ഇറ്റ് ബിക്കംസ് റിസ്ട്രിക്റ്റീവ്. അങ്ങനെ ഒരിക്കലും അവരെന്നാണ് എൻ്റെ ഔട്ട്ലുക്ക്, വിച്ച് ഇസ് ക്വൈറ്റ് സാഡ്. ഐ മീൻ they should be given equal opportunities. പക്ഷേ നമ്മുടെ നാട്ടിൽ മാത്രമല്ല, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. എല്ലാ പല പാശ്ചാത്യ രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും പെണ്ണുങ്ങൾക്കെതിരായിട്ടുള്ള ഒരു അൺഫോർച്ചുനേറ്റ് റിയാലിറ്റി, ആറ്റിറ്റ്യൂഡ് പല കാര്യങ്ങളും. ഇപ്പം പ്രത്യേകിച്ച് ഞാൻ ഇംഗ്ലണ്ടിൽ, എനിക്ക് ഓർമ്മയുണ്ട്, ഇംഗ്ലണ്ടിൽ കഴിഞ്ഞ 2 വർഷം മുമ്പ് ക്രിക്കറ്റ് വേൾഡ് കപ്പിന് കവർ ചെയ്യാൻ പോയപ്പോൾ അവിടെ ഒരു ഭയങ്കര സ്റ്റോറി ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഏഷ്യൻ ഗേൾസ് എങ്ങനെ ഹൗ ദേ fought off barriers to come into sport. അത് അവിടെ ഒരു ഭയങ്കര ഒരു പോപ്പുലർ സ്റ്റോറി ആയിരുന്നു. ഹൗ ഏഷ്യൻ ഗേൾസ് came into the forefront of sport, started playing sport despite their cultural barriers. ഇംഗ്ലണ്ടിലൊക്കെ ഇന്നും അൺഫോർച്ചുനേറ്റ്ലി സൗത്ത് ഏഷ്യൻ ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാർ, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നുള്ള രാജ്യങ്ങളിലൊന്നും പണ്ടേ അവിടെ പോയി താമസിക്കുന്ന ആൾക്കാരാണെങ്കിലും നമ്മുടെ ഫാമിലി വാല്യൂസും നമ്മുടെ സോ കോൾ കൾച്ചറൽ വാല്യൂസൊക്കെ ഒരുപാട് ഇപ്പോഴും പ്രത്യേകിച്ച് അവർ അത് they try to hold on to it, they prevent or they deny women the opportunity to go out and play. പക്ഷേ ഒരുപാട് പെൺകുട്ടികൾ അതൊക്കെ they fight and they come out and they play and they have achieved success in their fields. അതിൻ്റെ ആ ഒരു കോൺഫിഡൻസ് it reflects in all the other things they do in their life. The സ്പോർട്ടിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം അതാണ്. If you do well in sport, it reflects well in all the other departments of your life as well. How you carry yourself, how you talk to people, how you approach people. അതിനെല്ലാം ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. if you are a sports person. അത് പ്രൊഫഷണൽ ആത്ലീറ്റ് ആവണമെന്നില്ല. നമ്മൾ ജനറലി ജസ്റ്റ് കളിച്ച് ആൾക്കാരുമായിട്ട് ആ ഒരു വെറുതെ ദിവസം ഒരു എനി സ്പോർട്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ഇറ്റ് ഇവൻച്വലി റിഫ്ലെക്ട്സ് in your attitude and in your life. So I think it's absolutely critical for girls to play sport. It'll only help them. It'll give them a great platform in their later life. എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. Sure. Thank you, sir. Any other question or comment? Any girls in the ഇതിനകത്തുള്ള അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കമന്റ് ഉണ്ടോ? I see a lot of girls. Yeah. What's their experience like? വിശ്വലക്ഷ്മി, അനഘ, ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? Yes, ma'am. വിശ്വലക്ഷ്മിയാണ് സർ. Yes. സർ, വളരെ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള വേർഡ്സ് ആയിരുന്നു സർ. സത്യം പറഞ്ഞാല് തുടങ്ങിയതിന് ശേഷം ഇതുവരെയും ഒരിക്കൽ പോലും ശ്രദ്ധ മാറ്റാനോ ഒന്നിനും കഴിഞ്ഞിട്ടില്ല. അത്രയ്ക്ക് ശ്രദ്ധയോടെയാണ് കേട്ടിരുന്നത്. കാരണം ഞാൻ സത്യം പറയാലോ, ആസ് എ കേരള ഗേൾ എനിക്ക് ഇതുവരെയും സ്പോർട്സിനോട് ഇതുവരെയും ജേർണലിസം സ്റ്റുഡന്റ് ആണ്, പക്ഷെ ഞാൻ ഒരു ഇൻട്രസ്റ്റ് കാണിച്ചിട്ടേ ഇല്ല സർ. എന്താണെന്ന് അറിയത്തില്ല. കാരണം കുഞ്ഞിലെ വീട്ടിൽ നിന്ന് പുറത്തു പോകരുത്, അകത്തിരിക്കണം, ഈ ഒരു കുഞ്ഞ് റെസ്ട്രിക്ഷൻസ് കുഞ്ഞിലേ ഉണ്ട് സർ. ഒരു 3-4 വയസ്സ് മുതലേ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് ഇത് കേട്ടപ്പോ എന്തുകൊണ്ട് സ്പോർട്സ് ജേർണലിസവും തെരഞ്ഞെടുത്ത് കൂടാ, എന്താണ് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്നേ എന്നൊരു ചോദ്യം മനസ്സിൽ വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പ്രവണത ഉണ്ട്. ഇങ്ങനെ ഉണ്ട് സാർ, തീർച്ചയായിട്ടും ഉണ്ട്. വിദ്യാഭ്യാസം ഉള്ള പാരന്റ്സിന്റെ അടുത്ത് നിന്നും ഉണ്ട്. അതെ, ഉറപ്പായിട്ടും. അതെ, വിദ്യാഭ്യാസം ഉള്ള ആൾക്കാർ ഫാമിലീസിൽ നിന്നാണ് ഇത് ഉള്ളത് കൂടുതലും. ആക്ച്വലി നമുക്ക് ആ ഒരു മിഡിൽ ക്ലാസ് നമ്മുടെ ഒരു കൾച്ചർ ഉണ്ടല്ലോ എല്ലാത്തിലും. അത് അങ്ങ് ഒരു ഓവർ എൻവലപ്പിംഗ് അങ്ങനെ ഒരു കൾച്ചറാണ്. അത് എൻകംപാസിങ് ഒരു നമ്മുടെ പ്രത്യേകിച്ച് മലയാളികളുടെ ആ ഒരു വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വ്യൂസ് ഓൺ എവറിത്തിങ്. അത് മാറാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഐ നോ
ഫ്രോം മൈ എക്സ്പീരിയൻസ്. പക്ഷേ യുനോ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ അതൊരിക്കലും അത് ബാധിക്കാൻ ഞാൻ അനുവദിച്ചിട്ടില്ല. കാര്യം മൈ വ്യൂസ് ആർ വെരി ക്ലിയർ. പെൺകുട്ടികളെ ഒന്നും എത്രയും കൂടുതൽ ഏറ്റവും കൂടുതൽ വെളിയിൽ ഔട്ട്ഡോഴ്സി ആയിട്ട് വളർത്തണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഐ വിൽ നെവർ എനിക്കറിയാവുന്ന പെൺകുട്ടികളുടെ അടുത്തല്ല ഞാൻ എപ്പോഴും പറയും അത് get out and go out and play. ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. സോ എൻ്റെ കൂട്ടുകാരുടെ പിള്ളേരുടെ അടുത്ത് എല്ലായിടത്തും ഞാൻ പറയും. കാരണം അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമാണ്. കോൺഫിഡൻസ് ലെവൽസ് എന്ന് പറയുന്നത് യു ക്യാൻ സീ ദ ഡിഫറൻസ്. അത് കളിക്കുന്ന ഒരു പെൺകുട്ടിയും കളിക്കാത്ത പെൺകുട്ടികളെയും അവർ പ്രത്യേകിച്ച് ബാക്കിയുള്ള ആൾക്കാർ സൊസൈറ്റിയായിട്ട് ഇടപെടുന്ന രീതി, അതിൻ്റെ ഒരു ഭയങ്കര ഡിഫറൻസാണ്. എന്ത് സ്പോർട്ട് കളിക്കുന്ന കുട്ടികളുടെയും കോൺഫിഡൻസ് ലെവൽ it's absolutely brilliant to see, because that is what sport can do. അതൊരു അൺകോൺഷ്യസ്ലി സബ്കോൺഷ്യസ് ആയിട്ട് നമ്മുടെ മനസ്സിൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു സാധനമാണ് ആ കോൺഫിഡൻസ്. ഈ സ്പോർട്ട് കളിച്ച് കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ് സബ്കോൺഷ്യസ് ആയിട്ട് ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ തന്നെ കാണും. സോ ആൻഡ് ഇറ്റ് റിഫ്ലെക്ട്സ് ഇറ്റ് സർഫസസ് ഇൻ ഡിഫറെന്റ് ആസ്പെക്ട്സ്. സോ ഏത് പെൺകുട്ടിയായാലും and I would say, Vishwalakshmi, it's not too late. You can still go out and do things. Try playing sports. Yes, പക്ഷെ ഒരു പരിധി വരെ ഇപ്പൊ സാർ ചേഞ്ചസ് വരുന്നുണ്ട് സാർ, ഒരുപാട് വരുന്നുണ്ട്. നമുക്കത് വ്യത്യാസം നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. കാരണം നേരത്തെ പാരന്റ്സിന്റെ കൂടെ അല്ലാതെ ബസ്സിൽ കയറാനോ അങ്ങനെ പുറത്തു പോകാനോ ഇപ്പൊ സിറ്റിയിലൊന്നും പോകാനോ ഒന്നും ഒരു അനുവാദവും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാനൊക്കെ ഒരു ഡിഗ്രി സ്റ്റുഡന്റ് എന്ന രീതിയിൽ ഞാനൊക്കെ എവിടെ വേണമെങ്കിലും എന്റെ സ്വാതന്ത്ര്യത്തിലും, അതും ബോയ്സിനോട് മിങ്കിൾ ചെയ്യുന്നതിനും പരിധികൾ ഉണ്ടായിരുന്നു നേരത്തെ. പക്ഷെ ഇപ്പൊ അത്രയ്ക്കില്ല. സംസാരിക്കാം, പക്ഷെ അനാവശ്യമായിട്ടല്ല, ആവശ്യത്തിന് സംസാരിക്കാം. നമുക്ക് ആരോട് വേണമെങ്കിലും മിങ്കിൾ ചെയ്യാം, പുറത്തു പോകാം. മാത്രമല്ല ഒരു പൊതുവേദിയിൽ പെൺപിള്ളേർക്ക് ഇപ്പൊ സംസാരിക്കാൻ ഒരു പേടിയില്ല. ഇപ്പൊ ഞാൻ ഇപ്പൊ സാറിനടുത്ത് സംസാരിക്കുന്നില്ലേ, അത് മാം ജസ്റ്റ് പറയുമ്പോ തന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ചേഞ്ചസ് വരുന്നുണ്ട് സാർ ഒരുപാട്. ഞാൻ എന്റെ വേറൊരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ പുറത്ത് പോയപ്പോൾ ആദ്യമായിട്ടൊക്കെ പുറത്ത് ഒരുപാട് ലോകത്ത് ഇങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ച് എനിക്ക് ഓർമ്മയുള്ളത് ഈ 2006 ഈ വേൾഡ് കപ്പ് കവർ ചെയ്യുന്ന ജർമ്മനിയിൽ പോയപ്പം എനിക്ക് തന്ന അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ജർമ്മൻ ടീമിനെ കവർ ചെയ്യുക എന്നുള്ളതായിരുന്നു. എൻ്റെ കൂടെ എനിക്ക് അതെനിക്കൊരു ബീറ്റ് കവറിങ് ആയിരുന്നു എൻ്റെ ആ ഒരു മാസം. അപ്പോൾ എൻ്റെ കൂടെ ഒരു ജർമ്മൻ ക്യാമറമാൻ ഉണ്ട്, ഞാൻ പ്രൊഡ്യൂസർ. അപ്പം ഞാൻ ആലോചിച്ചു എങ്ങനെ ഈ ജർമ്മൻ ടീമിനെ ഞാൻ കവർ ചെയ്യും. കാരണം എനിക്ക് ജർമ്മൻ ഭാഷ എനിക്കറിയില്ല. എൻ്റെ ക്യാമറമാൻ ഉണ്ട്, അവൻ എനിക്ക് സഹായിക്കാം. പക്ഷേ ഐ വോണ്ട് ടു ടോക്ക് ടു പ്ലേയേഴ്സ്. അപ്പം അതെങ്ങനെ പറ്റുന്നുള്ളൂ. അപ്പം ഞാൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മടിയും കാണിച്ചില്ല. ഞാൻ പോയി ആദ്യം ചെയ്തെന്ന് വെച്ചാൽ ജർമ്മൻ ടീമിൻ്റെ മീഡിയ മാനേജർ, എല്ലാ ടീമിനും ഒരു മീഡിയ മാനേജർ കാണും. ആ മീഡിയ മാനേജറിനെ പോയി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പുള്ളിക്ക് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ അസോസിയേറ്റഡ് പ്രസ് എന്നുള്ള ഗ്ലോബൽ ന്യൂസ് ഏജൻസിയിൽ നിന്ന് വരുന്ന ജോലി ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറാണ്. എനിക്ക് ഇംഗ്ലീഷ് അറിയാവുന്ന ജർമ്മൻ പ്ലേയേഴ്സ് എന്ന് നിങ്ങൾ മീഡിയയ്ക്ക് മുമ്പിൽ കൊണ്ടുവരുന്നോ അന്നൊക്കെ ഞാൻ പ്രസ് കോൺഫറൻസിൽ എൻ്റെ കൈ ഞാൻ ആദ്യം മുതലേ പൊക്കി വെച്ചിരിക്കും. എനിക്ക് നിങ്ങൾ ലാസ്റ്റ് എനിക്ക് ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ഇംഗ്ലീഷ് ചോദിക്കാനുള്ള അവസരം എനിക്ക് തരണം എന്ന് പുള്ളി പറഞ്ഞു. പുള്ളി വളരെ ഒരു സ്റ്റേൺ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. പുള്ളി പറഞ്ഞു ഓക്കെ ഐ ട്രൈ. വേറെ ഒന്നും പുള്ളി എനിക്ക് പ്രോമിസ് ചെയ്തില്ല. പക്ഷേ ആ ഒരു മാസം ഞാൻ എവറി ജർമ്മനി പ്രസ് കോൺഫറൻസിൽ ഞാൻ എൻ്റെ കൈ ഒരു ഇംഗ്ലീഷ് എനിക്കറിയാം ആരൊക്കെയാണ് അതിനകത്ത് പ്ലേയേഴ്സ് ഉള്ളത്, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്നുള്ളത്. ആ പ്ലേയേഴ്സ് വരുമ്പോൾ ഞാൻ എൻ്റെ കൈ ഉയർത്തി ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. ലൈക്ക് ലിറ്ററലി ഹാൻഡ് റേസ് ഫോർ എല്ലാ പ്രസ് കോൺഫറൻസും ഒരു ഹാഫ് ആൻ അവർ 40 minutes പോകും. ആദ്യത്തെ ഒരു അരമണിക്കൂർ ഓൺലി ജർമ്മൻ ക്വസ്റ്റ്യൻസ്. അത് കഴിഞ്ഞ് അവർ ഇന്റർനാഷണൽ മീഡിയ അവർ എന്റർടൈൻ ചെയ്യുള്ളൂ. ആ ഇന്റർനാഷണൽ മീഡിയക്കുള്ള സമയത്ത് എൻ്റെ കൈ പൊങ്ങിയിരിക്കും. അയാൾ എനിക്ക് എപ്പോഴൊക്കെ ഞാൻ പൊങ്ങി, എവറി ടൈം മൈ ഹാൻഡ് ടു റേസ് ഹി വുഡ് ഗിവ് മി ആൻ ഓപ്പർച്യൂണിറ്റി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പുള്ളിയെ പോയി കണ്ട് സംസാരിച്ചു, ഇൻട്രൊഡ്യൂസ് ചെയ്തു, എൻ്റെ മുഖം ഞാൻ പുള്ളിയെ പരിചയപ്പെടുത്തി. സോ വെൻ ഹി ലുക്ക്ഡ് അറ്റ് മീ, എൻ്റെ മുഖം കാണുമ്പോൾ അയാൾ എനിക്ക് ഓക്കെ യു എൻ്റെ അടുത്ത് പറയാം ഓക്കെ യു ക്യാൻ ആസ്ക് എ ക്വസ്റ്റ്യൻ. ഞാൻ അന്ന് എല്ലാ ദിവസവും ജർമ്മൻ ടെലിവിഷനിൽ ഞാൻ ഫീച്ചറിങ് ആയിരുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഈ പ്രസ് കോൺഫറൻസ് എല്ലാം ലൈവ് ഓൺ ജർമ്മൻ TV-യിലാണ്. അപ്പം എൻ്റെ ബാക്കിയുള്ള കൊളീഗ്സൊക്കെ, ഞാൻ ബെർലിൻ ബേസ്ഡ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ബാക്കിയുള്ള കൊളീഗ്സൊക്കെ മ്യൂണിക്കിലും ഫ്രാങ്ക്ഫർട്ടിലും ഒക്കെ ജോലി ചെയ്യുന്ന അവരൊക്കെ കൂടെ എന്നെ അന്ന് ടെക്സ്റ്റ് ചെയ്യും, ഏയ് രാജ്, we saw you on German TV asking this question in English. How did you manage this? It was a very simple trick. The trick was to go and introduce yourself and
And do not be shy of asking the question to, any question. You can, നമുക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിലും അറിഞ്ഞൂടെങ്കിലും ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ബിക്കോസ് ലോകത്ത്, ഈ വലിയ ലോകത്ത് ഇംഗ്ലീഷ് പലതരം രീതിയിലാണ് ആൾക്കാർ സംസാരിക്കുന്നത്. ഇംഗ്ലീഷുകാർ പറയുന്ന പോലെ മാത്രമല്ല, ജർമ്മൻകാരുടെ ഇംഗ്ലീഷ്, ഇന്ത്യക്കാരുടെ ഇംഗ്ലീഷ്, ഇറ്റാലിയൻകാരുടെ ഇംഗ്ലീഷ്, സ്പാനിഷുകാരുടെ ഇംഗ്ലീഷ്, എല്ലാം വ്യത്യസ്തമായ ഇംഗ്ലീഷാണ്. അതുകൊണ്ട് നമ്മളതിന് യാതൊരു മടി അങ്ങോട്ട് നോക്കാതെ കൈ പൊക്കി നമുക്ക് ചോദിക്കാനുള്ളതെന്ന് ചോദിക്കുക, ഒരു വളരെ കോൺഫിഡൻ്റ് ആയിട്ട്. ആ കോൺഫിഡൻസ് ഉണ്ടാവും. അത് അതിനകത്ത് ഒരൊറ്റ കാര്യമുണ്ട്, ഈ കോൺഫിഡൻസ്. ഞാൻ കൈ പൊക്കി ഞാനങ്ങ് ചോദിക്കുമായിരുന്നു എല്ലാ ദിവസവും. എനിക്ക് അപ്പോൾ ഞാൻ ഐ വുഡ് ഗെറ്റ് മൈ ഓപ്പർച്യൂണിറ്റി. അതായത് ഇംഗ്ലീഷിൽ വേറൊരു ചൊല്ലുണ്ട്, ഇഫ് യു ആസ്ക് യു ഗെറ്റ്, ഇഫ് യു ഡോണ്ട് ആസ്ക് യു ഡോണ്ട് ഗെറ്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചൊല്ലാണ് അല്ലേ. ഇഫ് യു ആസ്ക് യു ഗെറ്റ്, ഇഫ് യു ഡോണ്ട് ആസ്ക് യു ഡോണ്ട് ഗെറ്റ്. അതുകൊണ്ട് ചോദിക്കുക, ചോദിക്കുന്നവന് കിട്ടും. ചോദിച്ചാലേ കിട്ടാൻ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് ചോദിക്കുക. അതുപോലെയാണ്. സോ യു ജസ്റ്റ് ഡോണ്ട് ബി ഷൈ. നിങ്ങളെല്ലാവരും ജേർണലിസത്തിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചോദിക്കാതിരിക്കുക. ചോദിക്കുക, ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ചോദിക്കുമ്പോൾ യു ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് എൻ ആൻസർ. ഇഫ് യു ഡോണ്ട് ആസ്ക്, ഇഫ് യു ആർ ഷൈ, ഇഫ് യു ആർ എംബാരസ്ഡ്, you're not even making use of that opportunity. അതുകൊണ്ട് ജസ്റ്റ് ചോദിക്കുക. എന്ത് ചോദ്യമാണേലും ചോദിക്കുക. മണ്ടത്തരമായ ചോദ്യമാണ് ചോദിക്കുക, അത്രേ ഉള്ളൂ. So you will get a reply, you will get a feedback, so which is better than nothing. So you ask, you get. If you don't ask, you don't get. Adoru, it's a brilliant saying, or a practical saying. Okay sir, thank you. Yeah. വിശ്വലക്ഷ്മിയുടെ ചോദ്യവും സാറിൻ്റെ ആൻസറും കേട്ടപ്പോഴാണ് എനിക്കൊന്ന് ലിങ്ക് ചെയ്യാൻ തോന്നിയത്. കേരളത്തിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടോ എന്നറിയില്ല. ഇറ്റ്സ് എ ബിഗ് ഇഷ്യൂ നൗ. നമ്മുടെ ഒരു കോവിഡ് ലോക്ക്ഡൗൺ തുടങ്ങിയതിന് ശേഷം ഒരു 2-3 months അല്ലെങ്കിൽ ഒരു 3 to 4 months 100ഓളം അടുക്കുന്ന സൂയിസൈഡ് റേറ്റ്, നമ്പർ ഓഫ് സൂയിസൈഡ്സ്. ന്യൂസ് പേപ്പേഴ്സിൽ വരുന്ന ഫിഗേഴ്സ് വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ്. സോ 100ഓളം അടുക്കുന്നത് ഒരു 3-4 months ഗവൺമെന്റ് നമ്പേഴ്സാണ്, അവർ ഹൈലൈറ്റ് ചെയ്യുന്ന നമ്പേഴ്സാണ്. സോ ദാറ്റ് ദി സൂയിസൈഡൽ അറ്റംപ്റ്റ്സ് വുഡ് ബി മോർ ദാൻ ദാറ്റ്. ഇത് മരണപ്പെട്ട കുട്ടികളുടെ എണ്ണമാണ്. ലോക്ക്ഡൌണിൽ വീടിനകത്ത് തന്നെ നമ്മൾ കുട്ടികൾ റെസ്ട്രിക്റ്റഡ് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ. പ്ലസ് പെൺകുട്ടികൾക്കും വിശ്വലക്ഷ്മി പറഞ്ഞതുപോലെ എഡ്യൂക്കേഷൻ ഒന്നും ഇവിടെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റമായിട്ട് നമുക്ക് മാറുന്നില്ല. എൻ്റെ തന്നെ എക്സ്പീരിയൻസിൽ, ഞാൻ ആഫ്രിക്കയിലായിരുന്ന സമയത്ത് മോള് സ്കൂളിൽ കളിച്ച് വീണ് കാലിന് പ്രശ്നമുണ്ടായി. ഇപ്പൊ രാത്രി ഞാൻ ആഡിസബാബയിൽ നിന്ന് ഏതാണ്ട് ഒരു 110 kilometer ആണ് എൻ്റെ യൂണിവേഴ്സിറ്റി. ആംബുലൻസ് കിട്ടാൻ ഒരു വഴിയുമില്ല. ഞങ്ങളുടെ സിറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒറ്റ ആംബുലൻസ് ആണ്, അത് അന്ന് സിറ്റിയിലില്ല. സോ രാത്രി ഫുള്ള് ഞങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുവാണ്. ഒരു ആംബുലൻസ് കിട്ടാൻ ഇങ്ങനെ പല സ്ഥലത്തും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, നടക്കുന്നില്ല. പക്ഷെ അതിനിടയ്ക്കും ഞങ്ങളെ സമാധാനിപ്പിക്കാൻ അവിടെ എത്തിയ ഇന്ത്യൻ ഫാക്കൽറ്റീസ് മോസ്റ്റ്ലി PhD എല്ലാവരും കുറ്റം പറയുന്നത് പെൺകുട്ടിയാണ്, കൊണ്ട് സ്കൂളിൽ ആൺകുട്ടികളോട് കളിക്കാൻ പോയി. ഇതായിരുന്നു ഞങ്ങൾ ആ ഒരു വിഷമ സമയത്തുണ്ട്. അത് ഒരു എഡ്യൂക്കേഷൻ കൊണ്ടൊന്നും വിശ്വലക്ഷ്മി പറഞ്ഞതും സാറിന്റെ ഒരു ആൻസറും കൂടെ ലിങ്ക് ചെയ്തപ്പോൾ കിട്ടിയ എഡ്യൂക്കേഷൻ കൊണ്ടൊന്നും ഇതിനൊരു ചേഞ്ച് നമുക്ക് വന്നില്ല. കൾച്ചറൽ നോംസ്. പക്ഷെ ഇപ്പൊ കേരളത്തില് ഇപ്പൊ നടക്കുന്ന ഈ സൂയിസൈഡ് റേറ്റ്, പ്രത്യേകിച്ചും അഡോളസന്റ് കുട്ടികളുടെ ഇടയിൽ, അതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ടെങ്കിലും സ്പോർട്സ് ജേർണലിസ്റ്റിന് അവിടെ ഒരു വലിയ റോളുണ്ട്. അത് നമ്മൾ ഇപ്പോഴും അത് അംഗീകരിക്കുന്നുണ്ട്. സോ ജേർണലിസ്റ്റിന് അവിടെ ഒരു വലിയ റോളുണ്ട്. സ്പോർട്സ് നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ അവരുടെ ഒരു ലോക്ക്ഡൌൺ സമയത്ത് ഫ്രസ്ട്രേഷൻ, ഫ്രണ്ട്സിനെ കാണാൻ പറ്റുന്നില്ല, അവർക്ക് അവരുടെ ഒപ്പീനിയൻസ് പറയാൻ പറ്റുന്നില്ല. സോ നമ്മുടെ യങ്സ്റ്റേഴ്സ് തന്നെ എഴുതട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഉറപ്പായിട്ടും ഏറ്റവും വലിയ കാര്യം സ്പോർട്ട് എന്ന് പറഞ്ഞാൽ യു ഗോ ഔട്ട്ഡോർസ്. നമ്മൾ വീടിന്റെ ആ 4 ബൗണ്ടറി വാൾസ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ മനുഷ്യന് ആ ഒരു സെൽസ് ഓപ്പൺ അപ്പ് വെൻ യു ഗോ ഔട്ട്സൈഡ് അല്ലെ. ഔട്ട്ഡോർസിൽ പോകുമ്പോൾ നമ്മുടെ എല്ലാ സെൽസും, ബ്രെയിൻ സെൽസ്, എവറിത്തിങ് ഓപ്പൺ അപ്പ്. ഇറ്റ് ഫ്രഷൻസ് യു അപ്പ്. അങ്ങനെ ഒരു ഭയങ്കര ഒരു ഗുണമുണ്ട് സ്പോർട്ട് വെൻ യു ആർ ആക്റ്റീവ്ലി ഇൻവോൾവ്ഡ് ഇൻ സ്പോർട്ട്. എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഹാവ് ഫോർ ഗേൾസ് ആൻഡ് ഫോർ ബോയ്സ്. there should be absolutely no distinction at all. എൻ്റെ ഒരു ചോദിച്ചു. Yeah, I hope everybody gets to play. It's a good message. Yeah, everybody gets to play. എൻ്റെ കൂടെ ടെന്നീസ് കളിക്കുന്ന എൻ്റെ പേഴ്സണൽ എക്സാമ്പിളാണ്. ഞങ്ങൾ ആഴ്ചയിൽ 2 ദിവസം കളിക്കാൻ വരുന്ന 2 പെൺകുട്ടികൾ ഞങ്ങളോട് കളിക്കാൻ വരും. ഒരു ചൈനീസ് സ്ത്രീയാണ്. ഷീ 71 years old. ഇന്ന് ഞങ്ങളോട് കളിക്കും.
every Saturday and every Tuesday she'll come and play with us. ആക്റ്റീവായിട്ട് കളിക്കുന്നു, ഒരു കുഴപ്പമില്ലാതെ കളിക്കുന്നു. 71 വയസ്സ് നമ്മുടെ നാട്ടിൽ ആലോചിക്കാൻ പോലും പറ്റുമോ? പിന്നൊന്നുള്ള ഒരു സിംഗപ്പൂർ എയർലൈൻസിലെ ഒരു ഫ്ലൈറ്റ് അറ്റൻഡൻ്റ് ആണ്. ഒരു സിംഗിൾ മദറാണ് ഒരു കുട്ടിയുടെ. പക്ഷെ കുട്ടിയും 48 വയസ്സുണ്ട്. സ്ഥിരമായിട്ട് ഞങ്ങളോട് വന്ന് കളിക്കും, റെഗുലർ പ്ലേ വിത്ത് us. ആൻഡ് ഇറ്റ്സ് ഗ്രേറ്റ് ടു സീ അങ്ങനെ ഒരു പാർട്ടിസിപ്പേഷൻ. ഞങ്ങളുടെ കൂടെ കളിക്കുന്നു, ആണുങ്ങളുടെ കൂടെ കളിക്കുന്നു. ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി ബ്രില്യൻ. ഐ മീൻ ഞാനോണ്ട് സ്പോർട്ട് എന്ന് പറയുന്നത് അതൊരു ചുമ്മാ കളിയായിട്ട് മാത്രമല്ല അതിനെ കാണുന്നത്. അതിന് ഇറ്റ് ഹാസ് ഫാർ മോർ തെറപ്യൂട്ടിക് ആസ് വെൽ ആസ് കോൺഫിഡൻസ് ബിൽഡിംഗ് റോൾ ഇൻ എവറിബഡീസ് ലൈഫ്. തെറപ്യൂട്ടിക് ബിക്കോസ് ഇറ്റ്സ് ബ്രില്യൻ. ഇറ്റ്സ് നമ്മുടെ ഒരു വർഷം 1 മണിക്കൂർ 2 മണിക്കൂറിലെ വർക്കൗട്ട് കഴിഞ്ഞ് കളി കളിച്ചിട്ട് ശരീരത്തിന് തന്നെ പോഴ്സ് ഒക്കെ ഇങ്ങനെ ശരീരത്തിലെ പോഴ്സ് ഒക്കെ തുറക്കും. You sweat. It's all good. It's just it's so therapeutic for the body. അതുപോലെ തന്നെ മനസ്സിന്. അതുകൊണ്ട് ഐ എം കംപ്ലീറ്റ്ലി ഞാൻ വളരെ എല്ലാവരും അടുത്ത് സംസാരിച്ചാലും ആ പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും if they are young, I would encourage them to play more. പഠിക്കാൻ എന്നുള്ള ഒരു ദിവസം മാക്സിമം 1-1.5 മണിക്കൂർ 2 മണിക്കൂർ പഠിച്ചാൽ മതി പഠിക്കുകയാണെങ്കിൽ. പക്ഷെ അതേപോലെ തന്നെ 1-2 മണിക്കൂർ കളിക്കാനും പറ്റണം എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. താങ്ക് യു സർ. ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ അല്ലെങ്കിൽ ഇന്ററാക്ഷൻ ചെയ്യാനുണ്ടോ? ചാറ്റിലും ക്വസ്റ്റ്യൻസ് ഒന്നും കാണുന്നില്ല സർ. അതെ. യൂനിസ് സർ എന്തെങ്കിലും കൺക്ലൂഡിംഗ് റിമാർക്സ് പറയാനുണ്ടോ? ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇന്നത്തെ എനിക്ക് വളരെ നന്ദിയുണ്ട് ശ്രീ രാജ് വിശ്വനാഥിനെ കാണാൻ പറ്റിയതിലും അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട 2006 വേൾഡ് കപ്പിനെ കുറിച്ച് അദ്ദേഹത്തെ ഞാൻ എപ്പോഴും അത് എങ്ങനെയാണെന്ന് നോക്കണം എന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ there was no source at all. പക്ഷേ അത് കണ്ട ഒരാള്, അതിന് ഉണ്ടായിരുന്ന ഒരാള്, സാക്ഷിയായ ഒരാള് ഇപ്പൊ എനിക്ക് കിട്ടി. അത് തന്നെയല്ല, എനിക്കറിയാവുന്ന ജേർണലിസ്റ്റുകൾ ഈ ഡോക്ടർ എം വി കാമത്ത്, നമ്മുടെ പ്രസാര ഭാരതി ചെയർമാനായിരുന്ന എം വി കാമത്ത് സാറ്, അദ്ദേഹം 10,400 പുസ്തകം എഴുതിയുള്ള ആളാണ്. നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമന്ത്രിയുടെ ജീവചരിത്രം ആദ്യമായിട്ട് എഴുതി, ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ. അത്ര വിശ്വപ്രസിദ്ധനായ ആളാണ്. പക്ഷെ അതേ പാറ്റേണിലാണ് എങ്ങനെയാണ് മിസ്റ്റർ രാജ് വിശ്വനാഥ് അദ്ദേഹത്തിന്റെ ജേർണലിസ്റ്റിക് കരിയർ തുടങ്ങുന്നത്, അതേ പാറ്റേണിലാണ് അദ്ദേഹവും. ജവഹർലാൽ നെഹ്റുവിനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഒരു ട്രെയിനിൽ ഒരിക്കൽ ഈ താഴെ സീറ്റ് കിട്ടാണ്ട്, റിസർവേഷൻ കിട്ടാണ്ട് ഒരു ട്രെയിനിൽ ഒപ്പം യാത്ര ചെയ്ത് താഴെ കിടന്നാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. അതുപോലെ ഒരുപാട് ഡിഫിക്കൽട്ട്. അദ്ദേഹം വാഷിംഗ്ടണിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജേർണലിസ്റ്റ് ആയിരുന്നു. ഇലസ്ട്രേറ്റഡ് വീക്കിലിയുടെ എഡിറ്റർ ആയിരുന്നു. ഒരുപാട് നമ്മളെ പ്രിന്റിലാണ് അദ്ദേഹം കൂടുതലും വന്നത്. അതിൽ അദ്ദേഹമായിട്ട് വളരെ നല്ല. ഞാൻ ഇപ്പൊ ശരിക്കും രാജിനെ കാണുകയാണെങ്കിൽ പോലും ഞാൻ ആദ്യം ആഗ്രഹിക്കുന്ന ഒരു പടം എടുക്കണം, എനിക്ക് എന്റെ ഫയലിൽ സൂക്ഷിച്ചു വെക്കണം. കാര്യം അത് എം വി കാമത്ത് സാറിനെ പോലുള്ള ഒരുപാട് ആളുകൾ ചേർന്ന ഒരു ആൽബത്തില് അങ്ങനെ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് ഇപ്പൊ ഈ പങ്കെടുത്ത കുട്ടികൾക്കെല്ലാം ലോകത്തിലെ ഏറ്റവും വേൾഡ് ക്ലാസ് സ്പോർട്സ് ജേർണലിസ്റ്റിനെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് വളരെ സിമ്പിൾ ലാംഗ്വേജിൽ. കാരണം നിങ്ങളത് ഫീൽ ചെയ്തിട്ടുണ്ടാവും ഓരോരുത്തരുടെ മനസ്സിലും. ഇത്ര നല്ലൊരു ക്ലാസ്, അത് ക്ലാസ് എന്ന് തോന്നാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ ലോകം ചുറ്റിയുള്ള ആ കറക്കം നിങ്ങളുടെ മുന്നിൽ അദ്ദേഹം അവതരിപ്പിച്ചു. ഓരോന്നിനും ഫസ്റ്റ് ഹാൻഡ് നോളജാണ് അദ്ദേഹം നിങ്ങളോടൊപ്പം ഷെയർ ചെയ്തിട്ടുള്ളത്. ഒപ്പം നിങ്ങൾ എങ്ങനെയാണ് ഒരു നല്ല ജേർണലിസ്റ്റ് ആകാൻ പറ്റുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ ജോബ് പോലും അക്വയർ ചെയ്യുന്നെന്ന് അദ്ദേഹം ഈ പറഞ്ഞ കാര്യത്തിലൂടെ, നിങ്ങളിത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ റെക്കോർഡ് കേട്ടാൽ അത് അദ്ദേഹം ഓരോന്നിനും ഓരോ ടിപ്പിക്കൽ അനാലിസിസ് നടത്തിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്കും അത് ഫീൽ ചെയ്തിട്ടില്ല, അദ്ദേഹത്തിനും അത് ഫീൽ ചെയ്യാതെ തന്നെയാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചത്. അപ്പൊ ഇത്ര നല്ലൊരു ക്ലാസ് ശരിക്കും പറഞ്ഞാൽ തന്നതിന് അദ്ദേഹത്തോട് നമ്മൾ നന്ദിയും കടപ്പാടുമുള്ള ആളുകളായിരിക്കണം. അദ്ദേഹത്തിന് എല്ലാവരും ഒരു ബിഗ് താങ്ക്സ് പറയണം. നമ്മളെല്ലാം കൂടി ചേർന്ന് അദ്ദേഹത്തിന് ഒരു സല്യൂട്ട് കൊടുക്കുകയാണ് പക്കമൗലവി ഫൗണ്ടേഷന്റെ പേരിൽ. അതിന് വളരെ നന്ദി. അദ്ദേഹത്തിന്റെ നൈനിറ്റാളിലുള്ള
അദ്ദേഹത്തിന്റെ ശ്രീമതിക്ക്, നൈനിറ്റാൾക്കാരിയായ അദ്ദേഹത്തിന്റെ ശ്രീമതിക്ക് ഇന്ത്യയിൽ നിന്ന് വളരെ ഊഷ്മളമായ ഒരു അന്വേഷണം കൂടി നമ്മൾ കൊടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ കുട്ടികൾക്കും ബിഗ് സല്യൂട്ട്. അവര് നമ്മൾ തിരുവനന്തപുരത്ത് വരുമ്പം തീർച്ചയായും വിരാജ് സാർ നമ്മളെ വന്ന് സന്ദർശിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്ര ഒരു ഊഷ്മളമായ ഒരു സായാഹ്നം കൂടിയാണ് ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നത്. കുടുംബത്തിനും ഞങ്ങളുടെ എൻക്വയറീസ് ഈ സൗഹൃദവും ഈ ഊഷ്മളതയും എപ്പോഴും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും my pleasure and absolute pleasure. I hope everybody had picked up something. എന്തെങ്കിലും ഒന്നോ രണ്ടോ പോയിന്റ്സ് ആയാലും എന്തെങ്കിലും I hope it benefits you guys. ഒരുപാട് പോയിന്റ്സ്. Do well, all of you do well. All the best for me. And sir, ക്ലബിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഒഫീഷ്യൽ ഫോർമൽ താങ്ക്സും കൂടെ ഉണ്ട്. So it's their club and no, it's absolutely my pleasure. Govind? Yes ma'am. ആദ്യം തന്നെ സാറിന് വളരെയധികം നല്ലൊരു എന്താ പറയാ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ബിഗ് സല്യൂട്ട് ആണ് നമ്മുടെ ഭാഗത്ത് നിന്ന് പറയാനുള്ളത്, ക്ലബിന്റെ ഭാഗത്ത് നിന്ന് എല്ലാരെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ട് തന്നെ. സാറിന്റെ ജീവിതം വെച്ച് തന്നെ നമുക്ക് എല്ലാവർക്കും എങ്ങനെയാണ് അതിന്റെ ഒരു പാത്ത് വേ, ഒരു സ്പോർട്സ് ജേർണലിസം എന്നതിനെ മാറ്റിക്കൊണ്ട് ഒരു യൂത്ത് ആണ്, നമുക്ക് യൂത്തായിട്ട് തന്നെ നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെ നമുക്ക് ചെറിയ പ്രായത്തിലും ചെയ്ത് എടുക്കാം, നമ്മുടെ ലൈഫിൽ എങ്ങനെയൊക്കെ അത് നമ്മുടെ ഇൻട്രസ്റ്റിനെ എങ്ങനെ നമ്മുടെ ലൈഫാക്കി മാറ്റാം എന്നുള്ളതെല്ലാം സാറ് പറഞ്ഞു തന്നു. സോ അതുതന്നെ ശ്രീ വിശ്വനാഥൻ സാറിന്, സൗത്ത് ഏഷ്യ എഡിറ്റർ, സ്പോർട്സ് ന്യൂസ് ടെലിവിഷൻ സിംഗപ്പൂർ സാറിന് വളരെയധികം നന്ദി അർപ്പിക്കുന്നു. പിന്നെ കൂടെ ഇതിന് തിരക്ക് കാരണം ജോയിൻ ചെയ്യാൻ പറ്റാത്ത ചെയർമാനും SYJC ചെയർമാനും SYJC സെക്രട്ടറി ഡോക്ടർ കായംകുളം യൂനുസ് സാറിനും, കൂടാതെ ഈ പ്രോഗ്രാം ഡയറക്ടറായ SYJCയുടെ പ്രോഗ്രാം ഡയറക്ടറായ ഡോക്ടർ സജിത മാമിനും, കൂടാതെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ക്ലബ് മെമ്പേഴ്സിനും വിനീതമായി നന്ദി അർപ്പിക്കുന്നു. സാർ ഇനിയും ഇതേപോലെ നമുക്ക് ഇവിടെ നാട്ടിൽ വരുമ്പോൾ എങ്കിലും കണ്ടുമുട്ടാൻ കഴിയും. ഈ കോവിഡാനന്തര കാലഘട്ടത്തിൽ നമുക്ക് ഒരിക്കൽ കൂടെ കണ്ടുമുട്ടാൻ എന്തായാലും ഇനിയും കണ്ടുമുട്ടാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. കണ്ടുമുട്ടാം എന്നുള്ള ഇതും മനസ്സിൽ കൊണ്ടുകൊണ്ട് ഞാൻ ഇത് നന്ദി അർപ്പിക്കുന്നു. Thank you, Govind. Thank you. All the best. Thank you, Thank you, sir. Thank you very much. Thank you, Yunus, sir. Thank you, sir. Welcome. ഹലോ, രാജ് സാറ് പോയിട്ടുണ്ട്. ബാക്കി ക്ലബ് മെമ്പേഴ്സിനോടുള്ള ഒരു ചെറിയൊരു അനൗൺസ്മെൻറ്റും കൂടി ഉണ്ട്. നമ്മുടെ അടുത്ത പ്രോഗ്രാം ആക്ച്വലി ഓൺലൈൻ അല്ല, ഓഫ്ലൈൻ ആണ്. ലീഡർഷിപ്പ് ട്രെയിനിങ് ആണ്. അപ്പോൾ ലീഡർഷിപ്പ് ട്രെയിനിങ് ഓൺലൈൻ ചെയ്താൽ അത്രത്തോളം ഇഫക്റ്റീവ് ആകില്ല. സോ ലെറ്റ് us ഹാവ് ഇറ്റ് ഓഫ്ലൈൻ എന്നാണ്. ഒരു മാക്സിമം 20 പാർട്ടിസിപ്പൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ആക്ടിവിറ്റി സെൻറ്റേർഡ് ആയിട്ടാണ് അദ്ദേഹം അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇൻ കേസ് നമ്മളൊരു 20-ൽ കൂടുതൽ പാർട്ടിസിപ്പൻസ് കിട്ടുവാണെങ്കിൽ നമുക്കത് 2 സെഷനായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു ദിവസവും ചെയ്യാം. ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുന്ന 20 പാർട്ടിസിപ്പൻസിനാണ് നമ്മൾ അടുത്ത നെക്സ്റ്റ് 30th ജനുവരി 30th സാറ്റർഡേ ആണ്. ടൈമിലും ഒരു ചേഞ്ച് ഉണ്ട്, 2 to 5 ആണ്. അപ്പോൾ അന്ന് ഫൗണ്ടേഷനിൽ വെച്ചാണ്. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും രജിസ്റ്റർ ചെയ്യണം. ഞങ്ങൾ ലിങ്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. പിന്നെ ഒരെണ്ണം നമ്മുടെ ഒഫീഷ്യൽ ഓഫീസ് ബിയറേഴ്സിന് നമ്മൾ ഇന്നലെ ഞാൻ ഇവരുമായിട്ട് സംസാരിച്ചിരുന്നു. വില്ലിങ്നെസ് അറിയിച്ചവരിൽ നിന്ന് അവരുമായിട്ടൊരു ഡിസ്കഷൻ നടത്തുകയും അങ്ങനെ ഒരു ടീമിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് ഒഫീഷ്യലി ഞാൻ ഗ്രൂപ്പിൽ പറയാം. ദെൻ അപ്പോൾ അടുത്ത മീറ്റിങ്ങിന് താല്പര്യമുള്ളവർ അപ്പോൾ പേര് നേരത്തെ, കാരണം വളരെ ആക്റ്റീവായിട്ടുള്ള മെമ്പേഴ്സാണ് ഇതിനകത്ത് ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു സ്പോർട്സിൽ ഇൻട്രസ്റ്റ് പൊതുവെ കുറവാണ് കേരളത്തിലെന്ന് ഇപ്പം മനസ്സിലായില്ല, അതുകൊണ്ടായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്യണം. കാരണം ആക്റ്റീവ് മെമ്പേഴ്സ് ലീഡർഷിപ്പ് ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗുഡ് ഫോർ ദ ക്ലബ് ഓൾസോ. സോ അപ്പോൾ എല്ലാവരും നേരത്തെ രജിസ്റ്റർ ചെയ്യണം. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. സോ താങ്ക് യു ആൾ. താങ്ക് യു മാം.
താങ്ക് യു മാം. താങ്ക് യു ഗോവിന്ദ്. Recording stop.